ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മള് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു വിഷയമാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പരസ്പരം ഒരുപാട് സാദൃശ്യതകളുള്ള, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുകളുള്ള രണ്ട് വിഷയങ്ങൾ, രണ്ട് യൂണിറ്റുകളാണ്. നമ്മൾ പേപ്പർ വണ്ണിലൊക്കെ വരുമ്പോൾ രണ്ട് യൂണിറ്റ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ മാത്സും. രണ്ടിലും കൂടെ ടോട്ടൽ 10 ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതല്ല, ഏകദേശം എല്ലാ ക്വസ്റ്റിനും മിനിമം അല്ലെങ്കിൽ മാക്സിമം 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രണ്ട് ഏരിയകളാണ് ഡാറ്റ അതുപോലെ തന്നെ മാത്സ്. ഡാറ്റയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മാത്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് നെറ്റ് എക്സാമിന് ഇതിന് ഇമ്പോർട്ടൻസ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആവറേജ് അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് ആസ്പെക്റ്റുകളൊക്കെ പറഞ്ഞു. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ബേസിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ ആവറേജ് കണ്ടെത്തുക, അതുപോലെ തന്നെ ആവറേജ് വെച്ചിട്ട് കുറച്ച് റേഷ്യോ ഉണ്ടാവും, അതിന് പെർസെന്റേജ്. ഈ മൂന്ന് സാധനങ്ങളാണ് മെയിൻ ആയിട്ട്: റേഷ്യോ, പെർസെന്റേജ്, ആവറേജ്. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഏത് ഡാറ്റ ഇന്റർപ്രിട്ടേഷന് ക്വസ്റ്റ്യനുകൾ വരാം. അതിന്റെ അപ്പുറത്തേക്ക് ഇതും പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൽ 5 മാർക്കുകളും സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് 2 മണിക്കൂറിന്റെ സെഷൻ ആണെങ്കിൽ ഒന്നര മണിക്കൂറിന്റെ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകും, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തു പറ്റുള്ളൂ. ഒരു സെറ്റ് വരുമ്പോൾ ഒരു എക്സാമിന്റെ സെറ്റ് വരുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് സാധാരണ ഒരു ഡാറ്റ തരും, നമുക്ക് ഒരു ടേബിള്, അതിൽ കുറച്ച് ഡാറ്റകൾ തരും. ആ ഡാറ്റ വെച്ചിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ജസ്റ്റ് ഈ ടേബിൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും ഓൺലൈനിൽ ഇല്ലെന്ന് അറിയിക്കാൻ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്താണ്. എല്ലാവരും ആക്റ്റീവ് അല്ലേ? എന്റെ കൂടെ ഇല്ലേന്ന് അറിയിക്കാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും യെസ് എന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം എല്ലാവരും. ഓക്കെ, പറയണത് ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഗുഡ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഡാറ്റ ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ ടേബിൾ തന്നിരിക്കുന്നത് ആദ്യം ക്വസ്റ്റ്യനുകളൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ആ ടേബിളിലെ ഡാറ്റ ജസ്റ്റ് നമ്മൾ വായിച്ചു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക്, വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ലെവല്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പക്കാ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഒരു മോഡറേറ്റ് ലെവൽ വരുന്നുണ്ട്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഡിഫിക്കൽട്ട് വളരെ അപൂർവമായിട്ടോ. പൊതുവെ സിമ്പിൾ ആയിട്ടുള്ളത് കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിലെ ക്വസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റൻ തന്നെ സോൾവ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ 5 ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റൻസ്, ഒരു ടേബിൾ വെച്ചിട്ട് ആ ടേബിളിലെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് 5 ക്വസ്റ്റനുകൾ ചോദിക്കാം. അതിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്റേതായ സമയം വരും. ഇനി നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്താലേ നമുക്ക് ഒരു ആൻസർക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഇതിന്റെ വിഷയം തന്നെ. അതിൽ എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് പറ്റില്ല, നമ്മൾ ബാക്കിയുള്ളതൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുള്ളത് വേറൊരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, നമ്മൾ പ്രാക്ടീസ് ചെയ്യും, നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് സോൾവ് ചെയ്യും, എക്സ്പ്ലനേഷനുകളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഫോളോവിംഗ് ടേബിൾ ഷോസ് ദ പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ ഇൻ 6 ഇന്ത്യൻ സ്റ്റേറ്റ്സ് A to F. അപ്പൊ A, B, C, D, E, F ഇങ്ങനെ 6 ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള എന്താ പോപ്പർട്ടി ലൈൻ ഉണ്ടല്ലോ. പോപ്പർട്ടി ലൈൻ ദാരിദ്ര്യരേഖ, BPL എന്ന് പറയും. നമ്മൾ APL, BPL ഇല്ല, അതേ സാധനം തന്നെ. ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള 6 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനസംഖ്യയുടെ പേഴ്സൻറ്റേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ വെള്ളി മനസ്സിലാക്കുക. ഫസ്റ്റ് ABC ആയിട്ടുള്ള സെക്കൻഡ് കോളത്തിൽ വരുമ്പോ റെസിഡന്റ്. ഓക്കെ, ഇതാണോ ഇത് ഫസ്റ്റ്? ഇതിൽ തന്നെ സ്റ്റേറ്റുകളുടെ പേരാണ് ABCD മുതൽ F വരെ ഉണ്ട്. ഓരോ സ്റ്റേറ്റുകളിലും പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ആളുകളുടെ ഇതുണ്ട്. പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി. പെർസെന്റേജ് നമുക്ക് ഇവരുടെ പോപ്പുലേഷന് കണക്ക് എണ്ണം തന്നിട്ടില്ല, നമ്പർ തന്നിട്ടില്ല. പോപ്പുലേഷന്റെ പെർസെന്റേജ് ആണ്. അപ്പോൾ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 16% ആളുകൾ BPL ആണ്, ബിലോ പോവർട്ടി ലൈൻ ആണ്, ദാരിദ്ര്യരേഖക്ക് താഴെയാണ്. അപ്പൊ എത്ര ശതമാനം ദാരിദ്ര്യരേഖക്ക് മുകളിൽ ഉണ്ടാവും? 84% ദാരിദ്ര്യരേഖക്ക് മുകളിലുള്ള ആളുകളായിരിക്കും. For the financial year 2023 to 2024, along with the ratio of males to females below poverty line and above poverty line. പിന്നെ ഇതിന്റെ കൂടെ ഇപ്പൊ എന്താ പറയുക, ടോട്ടൽ ജനസംഖ്യയിലുള്ള എത്ര പെർസെന്റേജ് പോവർട്ടി ലൈൻ താഴെ തന്നിട്ടുണ്ട്. അടുത്ത കോളത്തിൽ വന്നിട്ടുള്ള എന്താണ്? BPL ആയിട്ടുള്ള എന്താ മെയിലിന്റെയും ഫീമെയിലിന്റെയും റേഷ്യോ വന്നിട്ടുണ്ട്.
പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള മെയില് ഫീമെയിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എ എന്ന് പറയുന്ന സീറ്റിൽ 5:3, 5:3 ആണ്, 5:3 എന്ത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെ അനുപാതം. അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ളത് പുരുഷന്മാരുടെ അനുപാതമാണ്, സെക്കൻഡ് 3. അപ്പോൾ 5 ലക്ഷം പുരുഷന്മാർ ദാരിദ്ര്യരേഖക്ക് താഴെയാണെങ്കിൽ മനസ്സിലാക്കാം 3 ലക്ഷം സ്ത്രീകൾ ദാരിദ്ര്യരേഖക്ക് താഴെ. അപ്പൊ 5:3 നമ്മുടെ റേഷ്യോ, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി ബി സീറ്റിലേക്ക് വരുമ്പോൾ 3:7 ആണ്, സിയിലേക്ക് വരുമ്പോൾ 6:5 ആണ്. ഇതാണ് ഇത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഇൻ ദ ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അപ്പൊ ഈ ടേബിളിൽ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ വന്നത്. പിന്നെ നമുക്ക് ഒരു ഡാറ്റ കൂടെ ഉണ്ട്, എബോ പോവർട്ടി ലൈൻ, APL-കാരായിട്ടുള്ള ആളുകളുടെയും പ്രൊപ്പോർഷൻ, അതിന്റെ റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. 4:3, 5:4, 7:6 അങ്ങനെ വരും. അപ്പോൾ 4:3 പറഞ്ഞാൽ 4 ലക്ഷം ആളുകൾ പോവർട്ടി ലൈനിന്റെ മുകളിലാണെങ്കിൽ 3 ലക്ഷം, 4 ലക്ഷം ആണുങ്ങൾ മെയിൽസ് പോവർട്ടി ലൈനിന്റെ മുകളിലാണെങ്കിൽ 3 ലക്ഷം ഫീമെയിൽസ് ആണ് പോവർട്ടി ലൈനിന്റെ മുകളിൽ. അപ്പൊ നമുക്ക് ജനസംഖ്യ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ പോപ്പുലേഷനിലെ എന്താ പറയുക രണ്ടായിട്ട് പോവർട്ടി ലൈനിന്റെ താഴെയുള്ള പോപ്പുലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്വാഭാവികമായിട്ടും പോവർട്ടി ലൈനിന്റെ മുകളിലുള്ള പോപ്പുലേഷൻ. അപ്പൊ എ സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ 86 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ മനസ്സിലാക്കണം, 86 ആണെങ്കിൽ 84% ആളുകൾ എന്തായിരിക്കും പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ 10% ആണെങ്കിൽ 90% ആളുകൾ പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും. ഇവിടെ 22% ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക 78 ആളുകൾ പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും. അതുപോലെ തന്നെ 28 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 72. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ ഒരു റഫ് പേപ്പർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇങ്ങനെ എഴുതിക്കാം. 12% ആകുമ്പോൾ എത്ര ആയിരിക്കും? 88 ആയിരിക്കും, അല്ലെ? 88. 20% ആകുമ്പോൾ ബാക്കി 80% ആളുകളും APL-കാരാണ്, ടോട്ടൽ പെർസെന്റേജ്. അതിൽ നമുക്ക് ഇനി മനസ്സിലാക്കണം പോവർട്ടി ലൈനിന്റെ താഴെയുള്ളത് പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഡാറ്റകൾ കിട്ടി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റകളാണ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് സിസ്റ്റം വായിച്ചു നോക്കാം. ഇഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എ ഈസ് 70 ലാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 70 ലക്ഷം ആണെങ്കിൽ, അപ്പൊ എന്താ ചോദിക്കണത്? ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ആൻഡ് ഫീമെയിൽസ് എബോ പോവർട്ടി ലൈൻ ഇൻ ദ സെയിം സ്റ്റേറ്റ്? അപ്പൊ നമുക്കറിയാം, നമുക്ക് വേറെ തന്നിട്ടുള്ളത് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ 70 ലക്ഷം ആളുകളുടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് കണ്ടെത്തുക ആർക്കിടയിലുള്ള പോപ്പുലേഷൻ ഓഫ് മെയിൽസ് മീലോ പോവർട്ടിയിലെ BPL-കാരായിട്ടുള്ള, അതായത് നമ്മൾ കണ്ടെത്തേണ്ടത്, ഒരു മിനിറ്റ്, നമ്മൾ കണ്ടെത്തേണ്ടത് മെയിൽസിന്റെ മെയിൽസ്, ഏത് മെയിൽസ് ആണ്? BPL ആയിട്ടാ, ബിലോ പോവർട്ടി ലൈൻ BPL-കാരായിട്ടുള്ള മെയിൽസിനെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഫീമെയിൽസിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? ഫീമെയിൽസിന് എന്തായിരിക്കണത്? ആൻഡ് ഫീമെയിൽസ് എബോ പോവർട്ടി ലൈൻ. ഓക്കെ, APL-കാരായിട്ടുള്ള ഫീമെയിൽസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. APL-കാരായിട്ടുള്ള ഫീമെയിൽസും BPL-കാരായിട്ടുള്ള മെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ടോട്ടൽ ജനസംഖ്യ നമുക്കറിയാം. പിന്നെ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള നമ്മളെ ഈ ടേബിൾ എന്തുണ്ട്? ഈ ടേബിൾ എന്തുണ്ട്? 16% പോവർട്ടി ലൈനിന് താഴെയാണ് നമുക്ക് ഡാറ്റ ഉണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ടോട്ടൽ പോപ്പുലേഷൻ നമുക്കറിയാം, സ്റ്റേറ്റ് ചെയ്യാൻ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 70 ലക്ഷമാണ്, അല്ലെ? 70 ലക്ഷം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എത്ര? 70, പിന്നെ 5 പൂജ്യം ഉണ്ടാവും, അല്ലെ? ജസ്റ്റ് ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്യാം, അതൊന്നുകൂടെ സൗകര്യം. ഓക്കെ, ഓക്കെ. 6 പൂജ്യം, ടോട്ടൽ 6 പൂജ്യം, 70 ലക്ഷം ആളുകളാണ് സ്റ്റേറ്റ് എയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ കേട്ടോ. ഇതിൽ പോവർട്ടി ലൈനിന് മുകളിലുള്ളവരുണ്ട്, പോവർട്ടി ലൈന് താഴെയുള്ളവരുണ്ട്. ഇപ്പൊ നമുക്കറിയാം 16% ഓർ ബിലോ പോവർട്ടി ലൈൻ. ഇതിൽ 16% ആളുകൾ പോവർട്ടി ലൈനിന്റെ താഴെയാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടെത്തണം, നമുക്കറിയാം പോവർട്ടി ലൈനിന്റെ താഴെയുള്ള പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്തണം, എണ്ണം നമുക്ക് കിട്ടണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകളുടെ എണ്ണം കിട്ടണം, അല്ലേ? ടോട്ടൽ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകളുടെ കിട്ടിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താവും? അതിന്റെ റേഷ്യോ വെച്ച് നോക്കിയാൽ മതി. അത് എന്താണ്? 5:3 ആണ്. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ലൈനിന് താഴെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു 8 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം ആളുകൾ മെയിൽസ് ആണ് നമുക്ക് കിട്ടും. പിന്നെ പിന്നെ പോപ്പർട്ടി ലൈനിന് മുകളിലുള്ള ഫീമെയിൽസിനെ നോക്കാം. അപ്പൊ ടോട്ടൽ പോപ്പർട്ടി ലൈനിന്റെ മുകളിലുള്ള ആളുകൾ നോക്കിയിട്ട് അതിൽ 4:3 എന്നുള്ളത് ഫീമെയിൽസ് ആയിരിക്കും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടെത്തേണ്ടത്. അത് നമുക്ക് അപ്പൊ നമുക്ക് അതിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 70 ലക്ഷമാണ്. 16%. അപ്പൊ നമ്മൾ 70 ലക്ഷത്തിന്റെ 16% ആളുകളും പോവർട്ടി ലൈനിന്റെ താഴെയാണ്. അപ്പൊ നമ്മൾ 70 ലക്ഷത്തിന് 16% കാണണം. അതിനെന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ പേഴ്സന്റെ എന്ത് ചെയ്യണം? ടോട്ടൽ തന്നിരിക്കുന്ന നമ്പർ 70,000 അല്ലേ? 70,000 ഇൻറ്റു എന്താണ്? 16 ബൈ എത്ര ആയിരിക്കും?
70,000 ഗുണിക്കണം 16/100. ഇതെല്ലാവരും ചെയ്ത് നോക്കട്ടെ ജസ്റ്റ്. നമുക്കറിയാം ഇവിടെ ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ആണ് ടോട്ടൽ ഇൻറ്റു എന്താ പെർസെൻറ്റേജ് ബൈ 100 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് 70,000 ലിട്ട സോറി 7,00,000 2 പൂജ്യം കൂടെ ഇടണ്ട. ഓക്കെ, 2 പൂജ്യം കൂടെ ഇടാണ്ട് 70,000 അല്ല 7,00,000 2 പൂജ്യം കൂടെ ഇടാണ്ട് × 16/100. അപ്പൊ നമ്മൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടെ ഈ 100ന്റെ 2 പൂജ്യം വെട്ടാൻ പറ്റും, ഇവിടെ 2 പൂജ്യം വെട്ടാൻ പറ്റും. ബാക്കി 70,000 × 16. ഓക്കെ, 70,000 × 16 നമ്മൾ ചെയ്താൽ എത്ര? അപ്പൊ 7,00,000ന്റെ സോറി 70,00,000ന്റെ 16% നമുക്ക് കിട്ടും. ഇതെല്ലാവരും കൈയോണം ചെയ്ത് നോക്കട്ടോ. 7 × 16 എന്ന് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി എത്ര പൂജ്യമാണോ അത് ഇട്ടാൽ മതി. ഓക്കെ, 7 × 16 എത്രയാണ്? 112ആണ്. 7 × 16 എന്ന് പറയുന്നത് 112ആണ്. ഇനി എത്ര പൂജ്യമാണ് ബാക്കിയുള്ളത്? ബാക്കി 5 70, ബാക്കി 4 പൂജ്യം ഉള്ളത്. ഓക്കെ, 1 2 3 4 4 പൂജ്യം ഇട്ടാല് 11,20,000 ആണ് പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയുള്ളത്. 16% ഓർ ബിലോ പോവർട്ടി ലൈൻ. 70 × 0.016. 0.16 പറഞ്ഞാൽ 16നെ 100 കൊണ്ട് ഹരിച്ചാൽ 0.16 ഉണ്ടാവുക. അപ്പൊ 70 ലക്ഷം ഇൻറ്റു 0.16 എന്ന് വെച്ചാൽ 11,20,000. സോറി, ഇവിടെ 27 എന്നുണ്ടല്ലേ. 11,20,000 കിട്ടും കേട്ടോ. ഓക്കെ, 11,20,000 കിട്ടും. 11,20,000 ആളുകളാണ് ടോട്ടൽ പോവർട്ടി ലൈന് താഴെയുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ബാക്കി 16% ആണല്ലോ. ബാക്കി 80% ആള് 84% ആളുകൾ എന്തായിരിക്കും? എബോ പോവർട്ടി ലൈൻ ആയിരിക്കും. ബാക്കി 80% ആളുകൾ എബോ പോവർട്ടി ലൈൻ ആയിരിക്കും ഉണ്ടാവുക. പോവർട്ടി ലൈന് മുകളിൽ APLകാരായിരിക്കും. അപ്പൊ അവരുടെ സംഖ്യയും കിട്ടണം. കാരണം നമുക്കറിയാം APLകാരായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണവും BPLകാരായിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം തമ്മിൽ ഡിഫറൻസ് ആണ്. അപ്പൊ BPLകാരുടെ ടോട്ടൽ എണ്ണം നമ്മൾ കണ്ടു. സ്ത്രീകളും പുരുഷന്മാരടക്കം 11,20,000 ആളുകളാണുള്ളത്. ഓക്കെ, 11.2 ലക്ഷം ഉള്ളത്. ഇനി നമുക്ക് APLകാരായിട്ട് സ്ത്രീകളുടെ എണ്ണം കിട്ടണം. അപ്പൊ അത് APLകാരായ ടോട്ടൽ എണ്ണം കിട്ടണം. നമുക്കറിയാം APLകാരായിട്ട് 84% ആളുകൾ ഉണ്ടാവും. ടോട്ടൽ 100%ത്തിൽ 16% BPLകാരാണെങ്കിൽ നമുക്കറിയാം ബാക്കി 84% APLകാരായിരിക്കും. ഈ 84 നമുക്ക് ടോട്ടൽ 70 ലക്ഷം ആളുകളുള്ളത്, അതിൽ 84% കണ്ടെത്തണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു? തന്നെ എന്നത് 70 ലക്ഷം ഇൻറ്റു 70 ലക്ഷം ഇൻറ്റു എന്താണ് 70 ലക്ഷം ഇൻറ്റു 84/100. 84 ഡിവൈഡഡ് ബൈ 100 നടക്കും. ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കട്ടോ. എന്റെ കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാലും ഭയങ്കര സുഖമായി. കാരണം ഇത് ചെയ്യാനാണ് പണി ഉണ്ടാവുക. ഇവിടെ നമുക്കറിയാം ഇത് ഓക്കെ, ഇതിലെന്താണ് നമുക്ക് ഈ 2 പൂജ്യം 100ന്റെ ഈ 2 പൂജ്യം വെട്ടാൻ എങ്ങനെ? ഇവിടുന്ന് 0 2 വെട്ടിയാൽ മതി. ബാക്കി എത്രയാണ്? 70,000 × 84 ചെയ്ത് വെക്കാം. ഓക്കെ, 70,000 × 84 ചെയ്ത് വെക്കാം. അതിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ പൂജ്യങ്ങളൊക്കെ അവിടെ വെക്കട്ടെ. നിങ്ങളത് സ്ക്രീനിൽ വരക്കരുത് കേട്ടോ. പൂജ്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ബാക്കി 7 × 8 4 വരക്കാം. ഓക്കെ, 7 × 84 ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി പൂജ്യം നമുക്ക് ഇവിടെ ഇട്ടാൽ മതി. അപ്പൊ 7 × 84 ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യും. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്താണ്, ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ 7 × 84 എന്ന് പറഞ്ഞാൽ 588ആണ്. 588ആണ്. പിന്നെ എത്ര പൂജ്യം അവിടെ ബാക്കിയുള്ളത്? ബാക്കി 4 പൂജ്യം ഇല്ലേ? 4 പൂജ്യം ഇട്ടാ 1 2 3 4 4 പൂജ്യം. അപ്പൊ 58,80,000 ആളുകളാണ് പോവർട്ടി ലൈനിന്റെ മുകളിലുള്ളത്. ഓക്കെ, 58,80,000 ആളുകൾ പോവർട്ടി ലൈനിന്റെ മുകളിലുണ്ട്. 11,20,000 ആളുകള് പോവർട്ടി ലൈനിന്റെ താഴെ. ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? ടോട്ടല് 58,80,000 11,20,000 കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് 70 ലക്ഷം കിട്ടും. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ എന്താ? ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ 70 ലക്ഷം കിട്ടും. ഓക്കെ, ടോട്ടൽ 70 ലക്ഷം കിട്ടും. അപ്പൊ ഇതാണ് ടോട്ടൽ ജനസംഖ്യ. 70 ലക്ഷം ആണെങ്കിൽ അത് 11,20,000 എന്ന് പറഞ്ഞാൽ 16% BPLകാരും, 58,80,000 എന്ന് പറയുന്നത് ഇതിൽ 84 എന്ന് പറഞ്ഞാൽ APLകാരാണ്. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഈ 11 ലക്ഷത്തി മെയിൽസ് ആണ് നോക്കണം. BPL എത്ര മെയിൽസ് ആണ് നോക്കണം, പിന്നെ APL എത്ര ഫീമെയിൽസ് ആണ് നോക്കണം, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ പോരെ? സ്ലോ ആക്കുക അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുന്നതേ വേണോ? ഇങ്ങനെ തന്നെ നോക്കല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് പോവർട്ടി ലൈനില് ബിലോ പോവർട്ടി ലൈനിലുള്ള മെയിൽസിനെ കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഫീമെയിൽസിനെ കണ്ടു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മെയിൽസിനെയും അതുപോലെ APL കാര്യമായിട്ടുള്ള ഫീമെയിൽസിനെയും കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കറിയാം റേഷ്യോ ഓഫ് ടേബിളിലേക്ക് നമ്മൾ തിരിച്ചു പോവാം. ഓക്കെ, BPL കാരായിട്ടുള്ള പോവർട്ടി ലൈനിന്റെ താഴെയുള്ള മെയിൽസും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അല്ല, റേഷ്യോ എത്രയാണ്? 5:3 സ്റ്റേറ്റ് ചെയ്യാ അല്ലേ? 5:3 5:3. അപ്പൊ ടോട്ടൽ ആളുകളെ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള BPL കാരായ ടോട്ടൽ ആളുകളെ 8 ഭാഗമാക്കുകയാണെങ്കിൽ അതിൽ 5 ഭാഗം എന്ന് പറയുന്നത് പുരുഷന്മാരും 3 ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്.
ടോട്ടൽ 8 ഭാഗമാക്കുകയാണെങ്കിൽ 5 ഭാഗം എന്ന് പറയുന്നത് പുരുഷന്മാരും 3 ഭാഗം എന്ന് സ്ത്രീകളാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ടോട്ടൽ 8 ഭാഗങ്ങളുണ്ടാവുക. 5/8 ഇൻറ്റു 11,20,000 ചെയ്താൽ എന്തായി? നമുക്ക് കറക്റ്റ് എത്ര ആളുകളാണ് BPL-കാരായ എത്ര ആണുങ്ങളാണെന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. നമുക്കൊരു 5:3 റേഷ്യോ. അഞ്ച് ഭാഗം പുരുഷന്മാരും 3 ഭാഗം സ്ത്രീകളും. അപ്പൊ ടോട്ടൽ എത്ര ഭാഗം ഉണ്ട്? ടോട്ടൽ 8 പാർട്ട് ഉണ്ട്. ഇപ്പൊ റേഷ്യോ തരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ടോട്ടൽ 5:3 നമ്മൾ ടോട്ടൽ 8 പാർട്ട് ഉണ്ട്. ഈ 8 പാർട്ടിന് എന്താണ് നമ്മൾ അപ്പൊ 8 പാർട്ടുള്ളത്. അതിൽ 8 പാർട്ടാണ് ടോട്ടൽ ഉള്ളെങ്കിൽ എത്ര ഭാഗം പുരുഷന്മാരുള്ളത്? 5 പാർട്ട്. അപ്പൊ 5/8 നമ്മൾ എഴുതും. 5/8 എന്നിട്ട് ടോട്ടൽ സംഖ്യ എത്രയാണ്? ആകെ എത്ര? 11,20,000 ആളുകളാണ് ഉള്ളത്. ഓക്കെ, അതിനെ 8 ഭാഗമാക്കിയാൽ 11,20,000 8 ഭാഗമാക്കിയാൽ അതിൽ 5 ഭാഗമാണ് പുരുഷന്മാരുള്ളതെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും നമ്മള്? 5/8 ഇൻറ്റു എന്താണ്? 11,20,000. ഓക്കെ, അത് ഇത്ര ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എത്ര റെഡി ആവുള്ളൂ കേട്ടോ. ഓക്കെ, 11,20,000. അപ്പൊ 5/8 ഇൻറ്റു 11. ഈ 5/8 എങ്ങനെ കിട്ടി നമുക്ക് മനസ്സിലാക്കാം. എന്താ പറയാ, ആകെ 5:3 ഇവർ തമ്മിൽ റേഷ്യോ എന്നുണ്ടെങ്കിൽ 5:3, 5 3 കൂട്ടി 8, ടോട്ടൽ 8 പാർട്ടാണ് ഉള്ളത്. അതിൽ 8ൽ 5 ഭാഗം മെയിൽസ് ആകുമ്പോൾ 5/8 ഇൻറ്റു ആകെയുള്ള ജനസംഖ്യ. BPL-കാരായിട്ട് 11,20,000 ആളുകളുള്ളത്. അപ്പൊ അവരുടെ അപ്പൊ 5 ഇൻറ്റു അപ്പൊ ചെയ്യാം 5/8 ഇൻറ്റു 11,20,000 ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഇതിന് ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഈ 11,20,000 എന്നുള്ള എന്താണ്? 11,20,000 ബൈ 1 അല്ലെ? 11,20,000 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1. 2 എന്ന് പറഞ്ഞാല് 2/1. 5 എന്ന് പറഞ്ഞാല് 5/1. അപ്പൊ 11,20,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11,20,000 ബൈ 1 എന്നാണ്. അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ അങ്ങനെ ഗുണിക്കുക, നേരെ ഗുണിക്കുക. 5 ഇൻറ്റു 11,20,000 8 ഇൻറ്റു 1 ചെയ്ത് നോക്കട്ടോ. 5 ഇൻറ്റു 11,20,000 പൂജ്യങ്ങളൊക്കെ അവിടെ വെക്കട്ടെ. നമ്മൾ ആദ്യം 5 ഇൻറ്റു 112 ചെയ്ത് നോക്കാം. പൂജ്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 5 ഇൻറ്റു 112 ചെയ്യാം. 112 ഇൻറ്റു 5 ചെയ്താൽ 560 കിട്ടും. ഓക്കെ, 112 നമ്മൾ നേരെ ഗുണിക്കാം കേട്ടോ. 5/8 ഗുണിക്കണം 11,20,000 ബൈ 1 എന്നാണ് നമ്മളെ കണക്ക്. അപ്പൊ നേരെ ഗുണിക്കാം. 5 ഇൻറ്റു 11,20,000 എന്ന് പറയുമ്പോൾ 560. പിന്നെ എത്ര പൂജ്യം ഇവിടെ റിമൈനിങ് ആയിട്ടുള്ളത്? 4 പൂജ്യം നമ്മൾ ഇവിടെ മിസ് ചെയ്തില്ല. അപ്പൊ 4 പൂജ്യം ഇവിടെ ഇടാം. 560ക്ക് 4 പൂജ്യം ഇടാം. അപ്പൊ എത്ര കിട്ടി? ഓക്കെ, 500 സോറി 11,20,000 ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ 560. ഒരു മിനിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതെ, 560. അതെ അതെ, 56 ലക്ഷം കിട്ടും. 56 ലക്ഷം കിട്ടും. ഇനി 56 ലക്ഷം കയറ്റില്ല. 56 ലക്ഷം കിട്ടി. അപ്പൊ 5 ഇൻറ്റു 11,20,000 എന്ന് പറയുമ്പോൾ 5,60,000. അതിനെ ഹരിക്കണം. 8 ഇൻറ്റു 1 എത്രയാണ്? 8 ഇൻറ്റു 1 എത്രയാണ്? 8. അപ്പൊ 5,60,000 അല്ല, 56 ലക്ഷത്തെ 8 കൊണ്ട് ഹരിക്കുക. അതിനെന്താ ചെയ്താൽ മതി? ഒരു പ്രാണിയില്ല. ഈ 5 പൂജ്യം മാറ്റി വെക്കാം നമുക്ക്. 5 പൂജ്യം ഇവിടെ നോട്ടെ. 56 ഹരിക്കണം 8 ചെയ്യാം. 56 എത്ര 8 ഉണ്ട് നോക്കുക? 7 8 ഉണ്ട് അല്ലെ? 7 8 56 ആണ്. 7 8 56. അപ്പൊ എന്താ? 7 ഇതും പിന്നെ എത്ര പൂജ്യം അവിടെ ബാക്കിയുള്ളത്? 5 പൂജ്യം ഇല്ലേ? 5 പൂജ്യത്തെ കൊടുക്കും. ഓക്കെ, അപ്പൊ 7 ലക്ഷം മെയിൽസ് ആണ് ഉള്ളത് നേടി. അങ്ങനെ ഒന്നുകൂടെ പറയാം. 11,20,000 ആണ് ടോട്ടൽ BPL-കാർ എന്നുണ്ടെങ്കിൽ ഈ 11,20,000 നമ്മൾ 5/8 കൊണ്ട് ഗുണിക്കണം. കാരണം 8 കഷ്ണത്തിൽ 8 ഓഹരികളിൽ 5 ഓഹരിയും മെയിൽസ് ആണ് ഉള്ളത്. അപ്പൊ 5/8 ഇൻറ്റു 11,20,000 ചെയ്യും. നമുക്ക് ടോട്ടൽ എത്തിട്ടും 7 ലക്ഷം കിട്ടും. അത് ഒന്നുകൂടെ പറയാം. 5/8 ആണ്. 5/8 11,20,000 കൊണ്ട് ഗുണിക്കണേ. 11,20,000 ഒരു ഭിന്നസംഖ്യ ആക്കാം. ഓക്കെ, 11,20,000 ബൈ 1 എന്നാക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ ഗുണിക്കാം. 5 ഇൻറ്റു 11,20,000 8 ഇൻറ്റു 1. അപ്പൊ 5നെ 11,20,000 കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടുന്നുണ്ട്? 56 ലക്ഷം കിട്ടുന്നുണ്ട്. ഹരിക്കണം 8. ഓക്കെ, അപ്പൊ 56 ലക്ഷത്തെ 8 കൊണ്ട് ഹരിച്ചാൽ 7 ലക്ഷം ഉണ്ട്. അപ്പൊ ടോട്ടൽ 7 ലക്ഷം ആളുകളാണ് പോവർട്ടി ലൈനിന്റെ താഴെ ഉള്ളത്, BPL-കാരുള്ളത്. പിന്നെ ഇതിലൊരു ഡാറ്റ കൂടെ തന്നിട്ടുണ്ട്. ഫീമെയിൽസ് ബിലോ പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ്റെ BPL-കാരായിട്ടുള്ള ഫീമെയിൽസ് നമുക്ക് ആവശ്യമില്ല. നമ്മളെ ക്വസ്റ്റനിൽ ചോദിച്ച് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി കേട്ടോ. ക്വസ്റ്റനിൽ ഏതിന് അപ്പുറം കണ്ടെത്താൻ നമുക്ക് ബാക്കി ക്വസ്റ്റൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് BPL-കാരുള്ള സ്ത്രീയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത് മാത്രമല്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അത് അടക്കട്ടെ. അത് വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫീമെയിൽസിനെ കാണുന്നത് APL-കാരായിട്ടുള്ള ഫീമെയിൽസിനെ കാണാനുള്ളത്. BPL-കാരായിട്ടുള്ള മെയിൽസും APL-കാരുള്ള ഫീമെയിൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ APL-കാരുള്ള BPL-കാരുള്ള മെയിൽസിനെ നമ്മൾ കണ്ടെത്തി 7 ലക്ഷം. ഓക്കെ, നമുക്ക് ഒരു ഭാഗം കിട്ടി, 7 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തിലേക്ക് പോവാം. ഇതേപോലെ തന്നെ ആയിരിക്കും എന്ത് എബോ പോവർട്ടി APL-കാരായിട്ടുള്ള ആളുകൾ നോക്കാം. APL-കാരായിട്ട് നമുക്ക് എത്ര ആളുകളുള്ള ടോട്ടൽ കണ്ടെത്തി? എത്ര ആളുകളുള്ളത്? 58 ലക്ഷം ആളുകളുള്ളത് APL-കാരായിട്ട്.
58 ലക്ഷം ആളുകളാണ് ഉള്ളത് അല്ലെ? ഈ 58 ലക്ഷത്തി 80,000, 58 അല്ല, 58 ലക്ഷത്തി 80,000 ആളുകളാണ് ഉള്ളത്. ഈ 58 ലക്ഷത്തി 80,000-ൽ എത്ര സ്ത്രീകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ നമ്മുടെ ടേബിളിലേക്ക് തിരിച്ചു പോവാം. ടേബിളിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:3 അല്ലേ? APLകാരായിട്ടുള്ള 4:3. അപ്പൊ മനസ്സിലാക്കാം, 7 ഭാഗമുണ്ട്, അതിൽ 3 ഭാഗമാണ് സ്ത്രീകള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള പണി ചെയ്യും. 7 ഭാഗത്തിന് 3 ഭാഗമാണ് ഉള്ളത്. അപ്പൊ 3/7 ഇൻറ്റു അല്ലേ? ടോട്ടൽ 4:3 ആവുമ്പോ ടോട്ടൽ 7 പാർട്ടാണ് ഉള്ളത്. അപ്പൊ 7 പാർട്ടില് 3 പാർട്ടാണ് സ്ത്രീകളുള്ളത്. സ്ത്രീകളെ നമുക്ക് കണ്ടെത്തുള്ളത്, ഫീമെയിൽസിനെ കണ്ടെത്തുക. 3/7 ഇൻറ്റു നമ്മൾ എത്രയാണ്? 58 ലക്ഷത്തി 80,000 അല്ലേ? നിങ്ങളിങ്ങനെ ഗസ് ചെയ്യണം കേട്ടോ. 80,000 ആണെന്നുള്ളത്. 58 ലക്ഷത്തി 80,000. ഓക്കെ. അപ്പൊ 3/7 ഇൻറ്റു എന്താണ്? 58 ലക്ഷത്തി 80,000 ചെയ്ത് വെക്കുക. അതെങ്ങനെ ചെയ്യാം? ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയിൽ ടൈപ്പ് ചെയ്തുതരാം. 3/7 കേട്ടോ. 3/7 ഗുണിക്കണം. ഓക്കെ, വേണ്ട, അത് വേണ്ട, വൃത്തിയാവില്ല, റെഡി ആവില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ 3/7 ഇൻറ്റു 58 ലക്ഷത്തി 80,000 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 58 ലക്ഷത്തി 80,000 നമ്മൾ ഭിന്നസംഖ്യ ആക്കും. 58 ലക്ഷത്തി 80,000/1. പിന്നെ 3 ഇൻറ്റു 58 ലക്ഷത്തി 80,000, 7 ഇൻറ്റു 1 ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ 58 ലക്ഷത്തി 80,000-ൽ പൂജ്യത്തെ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എത്ര? 588-ലുള്ളത്. 588 ഇൻറ്റു 3 ചെയ്യാം. എല്ലാവരും ചെയ്യട്ടോ, എല്ലാവരും കൂടെ ചെയ്യാം. 588 ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 1000, സോറി, 1764 കിട്ടി. 588 ഇൻറ്റു 3 ചെയ്ത് തന്നെ 1764 കിട്ടി. ഇനി എത്ര പൂജ്യം ഇവിടെ മിസ് ചെയ്തിട്ടില്ല? 4 പൂജ്യം ഇല്ല. 4 പൂജ്യം ഇട്ടെടുക്കാം. 1, 2, 3, 4 പൂജ്യം ഇട്ടു. ഇനി ഹരിക്കണം. ഓക്കെ, ഇതേ ഹരിക്കണം. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 1 എത്ര? 7. ഇത് ചെയ്യാം. ഇതൊക്കെ നമ്മൾ തന്നെ എക്സാമുകളിൽ ഇരുന്ന് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. വേറെ ആരും വരില്ല. കാൽക്കുലേറ്റർ ഉണ്ടാവില്ല, ഫോൺ ഉണ്ടാവില്ല, എഴുതി കൂട്ടണം. നമ്മൾ ഹരിക്കാൻ സുഖമാണ്. ഈ 4 പൂജ്യം ഇവിടെ മാറ്റിവെക്കാം. ഇത് ബാക്കി 1764 ഹരിക്കണം 7. ഓക്കെ, 1764 ഹരിക്കണം 7 എത്രയാണ്? ഇത് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ ഫോണിലായതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എക്സാമുകളിൽ ഒറ്റക്കന്നെ കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. 252. ഓക്കെ, 252 കിട്ടും. പിന്നെ എത്ര പൂജ്യം ഇവിടെ മിസ് ചെയ്തിട്ടില്ല? 4 പൂജ്യം. 4 പൂജ്യം ഇവിടെ ഇട്ടെടുക്കുന്നുണ്ട്. ഓക്കെ, 4 പൂജ്യം ഇട്ടെടുത്താല് 25,20,000 അല്ലേ? 25,20,000 ഫീമെയിൽസ് ആണുള്ളത്. 25,20,000. നമുക്ക് നേരത്തെ മെയിൽസ് കിട്ടിയിട്ടുണ്ട്. BPL വരെ മെയിൽസ് എന്ന് പറഞ്ഞാൽ 7 ലക്ഷമാണ്. ഒരു മിനിറ്റ്, മെയിൽസ് നമുക്ക് കിട്ടിയത് ഇതാവണം. മെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ലക്ഷമാണ്. പൂജ്യം ഒന്നും മാറാതെ കേട്ടോ. ഒരു പൂജ്യത്തിനൊക്കെ ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഓക്കെ. ഓക്കെ, ഇത് 7 ലക്ഷം അല്ലെ മെയിൽസ് എന്ന് പറഞ്ഞത്. ഫീമെയിൽസോ? ഫീമെയിൽസ് എത്രയാണ്? സോറി, ഒരു മിനിറ്റ്. ഫീമെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 25,20,000. 25,00,000. അപ്പൊ 25,20,000 നേരത്തെ തന്നിട്ടുള്ള 7 ലക്ഷവും. ഓക്കെ, 7 ലക്ഷം. ഓക്കെ, ഇവിടെ 7 ലക്ഷം തന്നിട്ടുണ്ട്. പിന്നെ 25,20,000 അത് രണ്ടും ഗുണിക്കാം. ഗുണിക്ക ഡിഫറൻസ് അല്ല. ഫീമെയിൽസും APLകാരായിട്ടുള്ള ഫീമെയിൽസ് 25,20,000 ആണ്. BPLകാരായിട്ടുള്ള മെയിൽസ് 7 ലക്ഷമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ലെസ് ചെയ്യുക. 25,20,000-ന് 70,000 കുറച്ച് നോക്കാം കേട്ടോ. ഓക്കെ, 25 ലക്ഷത്തി എത്ര കണക്ക്? എത്ര? 25,20,000 കുറക്കണം 7 ലക്ഷം അല്ലേ? എത്ര കിട്ടി? ചെയ്ത് നോക്കട്ടെ, എല്ലാവരും ചെയ്ത് നോക്കാം. 7 ലക്ഷം. നമ്മൾ പൂജ്യമൊക്കെ വെട്ടാം അല്ലെ? 4 പൂജ്യം ഇവിടുന്ന് വെട്ടാം. 4 പൂജ്യം ഇവിടുന്ന് വെട്ടാം. 252 കുറക്കണം 70 ചെയ്ത് നോക്കാം. ഓക്കെ, 252 കുറക്കണം 70. 182. 182 കിട്ടും. 182 കിട്ടും. പിന്നെ 4 പൂജ്യം നമ്മൾ ഒഴിവാക്കി വെട്ടിയത് 4 പൂജ്യം കിട്ടും. 18,20,000 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാ. 18,20,000 ഉണ്ടോ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം.
ഇതാ 18,20,000 അല്ലെ, 18.2 ലക്ഷം ഓപ്ഷനിലുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ടോട്ടൽ പോപ്പുലേഷൻ 70 ലക്ഷമാണ് നമ്മൾ ചെയ്തു. 70 ലക്ഷത്തിന്റെ 16% BPL-കാരാണ്. അപ്പൊ 70 ലക്ഷത്തിന്റെ 16% കണ്ടു, 11,20,000. ഈ 11,20,000 മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നമുക്ക് ഇതിൽ ആരെയാണ് ആവശ്യമുള്ളത്? മെയിലിന്റെ നമ്പർ ആവശ്യമുള്ളത്. അപ്പൊ 11,20,000 8 ഓഹരി 5 ഓഹരി എന്ന് പറയുന്നത് മെയിലാണ്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയത് 7 ലക്ഷമാണെന്ന് കണ്ടെത്തി. 5/8 × 11,20,000 അത് നമ്മൾ ചെയ്തു. പിന്നെ നമുക്ക് APL-കാരായിട്ടുള്ള ഫീമെയിലിന് ആവശ്യം. അപ്പൊ നമ്മൾ APL-കാരായിട്ട് ടോട്ടൽ എത്ര ആളുകളെ കണ്ടെത്തി? APL-കാർ എന്ന് പറയുന്നത് 58,80,80,000 ആളുകളെ ടോട്ടൽ ഉള്ളത്. 58,80,000 ആളുകളുള്ളത്. അതിനെന്ത് ചെയ്തു? നമ്മൾ 7 ഓഹരിയാക്കി. 4/3 അപ്പൊ 7 ഓഹരിയാക്കി. അപ്പൊ 3/7 × 58,80,000 = 25,20,000. ഇനി നമ്മൾ കണ്ടത് തമ്മിൽ ഡിഫറൻസ്. നമ്മൾ ക്വസ്റ്റൻ എന്താ ചോദിച്ചുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ബിലോ പോവർട്ടി. BPL-കാരായിട്ടുള്ള മെയിലും അത് 7 ലക്ഷമാണ്. പിന്നെ ഫീമെയിൽ എബോ പോവർട്ടി APL-കാരായിട്ടുള്ള ഫീമെയിലും തമ്മിൽ. അപ്പൊ അത് 25,20,000 ആണ്. അപ്പൊ 25,20,000 7 ലക്ഷം കുറച്ച് എത്ര ഇട്ടുണ്ട്? ബാക്കി 18,20,000 കിട്ടുന്നുണ്ട്. ഓക്കെ, 18,20,000 എന്നുള്ള നമ്മൾ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഇ. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങള് ഇത് നമ്മൾ ഒറ്റക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ 8:28 അല്ലേ? നമ്മളൊരു 8:05 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 25 മിനിറ്റോളം ഒരു ക്വസ്റ്റ്യൻ എന്നല്ലേ. ഇത് നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ അത്രയൊന്നും ടൈം എടുക്കൂല കേട്ടോ. 5 മിനിറ്റ് വേണ്ട. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. പല ലെവൽ ആളുകളും ഉണ്ടാവും. ചില ആളുകൾക്ക് ഗുണിക്കലും കൂട്ടലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കിട്ടും. അങ്ങനത്തെ ആളുകളുണ്ടാവും. ചിലർക്ക് തീരെ ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും പരിഗണിച്ചിട്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. എക്സാം ഹോളിൽ നമുക്ക് ഇത്ര സമയമൊന്നും വരില്ല കേട്ടോ. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഈ ഫസ്റ്റ് ഇത് മനസ്സിലായോ? ഡാറ്റയിലുള്ള ക്വസ്റ്റിന്റെ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ക്വസ്റ്റൻ മനസ്സിലായോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തിലേക്ക് പോകട്ടോ. ഇതിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കാനുള്ള പ്രധാനം. ആൻസർ ചെയ്യണ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാണ്ട് നമ്മൾ ആൻസറിലേക്ക് പോയാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ മിസ്സായി പോകും, ഫാളായി പോകും. ക്ലിയർ ആണോ? നമുക്ക് അടുത്തേക്ക് പോയാലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഓക്കെ പറഞ്ഞിട്ട് ഇനി ക്ലിയർ ആണോ എന്ന് കൂടെ പറയോ? ക്ലിയർ ആണോ? Yes. പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരൊന്നും റിപ്ലൈ തരുന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കണേ. എല്ലാവരും ചിലപ്പോൾ പ്രോബ്ലം ചെയ്തുകൊണ്ടൊക്കെയായിരിക്കും, ബിസി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യണുണ്ട്, എന്റെ കൂടെ ചെയ്യണം. ഞാൻ ചിലപ്പോൾ സ്പീഡ് പോകുകയാണ്. ഞാൻ ഓൾറെഡി സെറ്റ് ആക്കി എല്ലാത്തിനും ആൻസർ ഓൾറെഡി എന്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നത്. ഞാൻ നിങ്ങളെ കൂടെ ചെയ്യാൻ പിന്നെ നമ്മളെ സമയം എന്ത് തേച്ച തികയില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന് പോകട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ? നമുക്ക് വേണമെങ്കിൽ ടേബിൾ ഒന്നുകൂടെ വേണമെങ്കിൽ കാണാം. ഇതാണ് ടേബിൾ ഉള്ളത് അല്ലെ? പ്രോപ്പർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകളുടെ പേഴ്സൻറ്റേജ് വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി ലൈനിന്റെ താഴെയുള്ള മെയിൽസിന്റെയും ഫീമെയിലിന്റെയും റേഷ്യോ വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി ലൈനിന്റെ മുകളിലുള്ള മെയിലിന്റെയും ഫീമെയിലിന്റെയും റേഷ്യോ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് ഒന്ന് പോകും. ഒന്ന് വായിച്ചു നോക്കട്ടെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. If the population of the state C is 90 lakh, then what is the population of males above poverty line in the same state? നോക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടായിരിക്കുന്നു. അതായത് സ്റ്റേറ്റ് സി ഉണ്ടല്ലോ. സ്റ്റേറ്റ് സി മൂന്നാമത്തെ സ്റ്റേറ്റ് അല്ലെ? സ്റ്റേറ്റ് സി എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് സിയിലെ എന്താണ്? അവിടുത്തെ പോപ്പുലേഷൻ 90 ലക്ഷം ആണെങ്കിൽ, അവിടുത്തെ പോപ്പുലേഷൻ 90 ലക്ഷം ആണെങ്കിൽ വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എബോ പോവർട്ടി ലൈൻ? ഇത് കുറച്ചും കൂടെ നേരത്തെ അത്ര പണിയില്ല. ഇത് എന്താ 90 ലക്ഷം ആണെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷൻ മെയിൽ APL എബോ പോവർട്ടി ലൈൻ APL-കാരായിട്ടുള്ള മെയിൽസിന്റെ നമ്പർ എത്ര, പോപ്പുലേഷൻ എത്ര എന്ന് ചോദിക്കുന്നത് അല്ലെ? അറിയാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. 90 ലക്ഷം ടോട്ടൽ തന്നിട്ടുണ്ട്. 90 ലക്ഷത്തിൽ എന്താ പോപ്പർട്ടി ലൈനിന്റെ താഴെയുള്ളവർ എത്രയാണ്? 22%. നമ്മളോട് ചോദിച്ചിട്ടുള്ള APL-കാരായിട്ടുള്ള മെൻസ് അല്ലെ, മെയിൽസിനെ ചോദിച്ചിട്ടുള്ളത്. APL-കാരായിട്ടുള്ള മെയിൽസിനെ ചോദിച്ചിട്ടുള്ളത്. APL-കാരായിട്ടുള്ള മെയിൽസിനെ ചോദിച്ചിട്ടുള്ളത്. സോറി, ഇതല്ല. എന്താ പറയാ, APL 7:16. ടോട്ടൽ നമുക്ക് സിയിലുള്ള 90 ലക്ഷമാണ്. 22% ആളുകൾ BPL ആണ്. അപ്പൊ 78% ആളുകൾ APL ആണ് നമുക്കറിയാം. APL ആണ് നമുക്കറിയാം. എന്നിട്ട് തന്നെ ഈ 78% എത്രയാണെന്ന് ആദ്യം കാണാം. എന്നിട്ട് അത് നമ്മൾ 7:6 കൊണ്ട് അതിൽ നമുക്ക് 7 കാണും. മെയിൽസിനെ കാണാം. അതിലുള്ള 7 എത്ര കാണാം?
അപ്പൊ 7/13, 7ഉം 6ഉം കൂട്ടിയാൽ എത്ര? 13 അപ്പോൾ 22%, അല്ല 78%, 90 ലക്ഷത്തിന്റെ 78% നമ്മൾ ആദ്യം കാണുന്നു. എന്നിട്ട് ആ നമ്പറിനെ 7/13 കൊണ്ട് എന്താ നമ്മൾ ഗുണിക്കുന്നു. 7/13 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി ലൈനിന്റെ മുകളിലുള്ള APL കാരായിട്ടുള്ള മെയിൽസിന്റെ എണ്ണം കിട്ടും. അതല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം നമുക്ക്. നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 90 ലക്ഷം ആളുകളാണെങ്കിൽ വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എബോവ് പോവർട്ടി ലൈൻ? APL കാരായിട്ടുള്ള മെയിൽസിന്റെ പോപ്പുലേഷൻ എത്രയാണ് ഇൻ ദ സെയിം സ്റ്റേറ്റ്? അതേ സ്റ്റേറ്റ് സിയിലുള്ള APL കാരായിട്ടുള്ള മെയിൽസിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മളെത്തുള്ള ഡാറ്റ നമ്മൾ അത് നോക്കാം. നമ്മൾ താഴെയുള്ള ഡാറ്റ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് സി അല്ലെ. സി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 90 ലക്ഷം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് എന്ത്? 90 ലക്ഷം എന്നുള്ള നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ടേബിളിൽ നിന്ന് കിട്ടുന്ന ആരാണ്? 22% ആളുകളാണ് BPL. ടോട്ടൽ പോപ്പുലേഷന്റെ 22% ആളുകൾ BPL എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? അത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് APL മെയിലിന്റെ ആവശ്യമില്ല ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം APL ടോട്ടൽ ഉണ്ടാൽ മതി. 22% ആളുകൾ BPL ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക 78% ആളുകൾ എന്താണ്? APL ആണ്. 78% ആളുകൾ APL ആണ് എന്ന് മനസ്സിലാക്കുക. ഈ 78% എത്രയാണ് നമ്മൾ ആദ്യം കാണണം കേട്ടോ. കാരണം 78%-ത്തിനാണ് പിന്നെ നമുക്ക് മെയിലിന്റെ റേഷ്യോ വെച്ചിട്ട് കണ്ടെത്താനുള്ളത്. അപ്പൊ 90 ലക്ഷത്തിന്റെ 78%. ഓക്കെ. അപ്പൊ 90 ലക്ഷത്തിന്റെ 78 90 ലക്ഷം. ഓക്കെ, ഇവിടെ ടൈപ്പിങ്ങിന് ചെറിയൊരു മിസ് നോക്കാം നമുക്ക്. 90 ലക്ഷം അല്ലേ? 90 ലക്ഷം, അതായത് 90 ലക്ഷം. 90 ലക്ഷം ഇൻറ്റു എത്രയാണ്? എത്ര ശതമാനമാണ്? 78%. 78% ഡിവൈഡഡ് ബൈ 100. 100 അല്ലേ? 6 അല്ലേ? ഒരു മിനിറ്റ്. ഡിവൈഡ് ബൈ 100 ഞാൻ വേറെ രൂപത്തിൽ എഴുതാം. 78 ഹരിക്കണം 100. അങ്ങനെ എഴുതാം. എന്നാ ഒന്നുകൂടെ ക്ലിയർ ആവും അല്ലെ? ഇവിടെ നമുക്ക് എന്താ ചെയ്യാ? ഈ 0 വെട്ട, 100-ലുള്ള 2 0 വെട്ട, ഈ 90 ലക്ഷത്തിലെ 2 0 വെട്ട. ബാക്കി എത്ര ഉള്ളത്? 90,000 ഇൻറ്റു 78. ഓക്കെ, 90,000 ഇൻറ്റു 78. 90,000 ഇൻറ്റു 78 ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കട്ടോ. 90,000 ഇൻറ്റു 78 ചെയ്യാൻ നല്ല സുഖമാണ്. ഈ പൂജ്യങ്ങളൊക്കെ മാറ്റിയേക്കാം. നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഹരിക്കാനും കൂടി ഗുണിക്കാനൊക്കെ വലിയ പൂജ്യങ്ങളൊക്കെ മാറ്റിയേക്കാം കേട്ടോ. ഈ 4 പൂജ്യം മാറ്റിച്ചിട്ട് 9,000 ഇൻറ്റു 78 ചെയ്ത് നോക്കാം. Okay. 9,000 ഇൻറ്റു 78 എന്ന് പറയുമ്പോൾ 702. ഓക്കെ, 702. 702. ഇനി നമ്മൾ എത്ര പൂജ്യം അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്? 4 പൂജ്യം അല്ലേ? 4 പൂജ്യം ഇട്ട് കൊടുക്കാം. 1 2 3 4. 4 പൂജ്യം ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എത്ര വായിക്കാം? 70,20,000 അല്ലെ? 70,00,000. ഇവിടെ കോമട്ട് ഒക്കെ 70,20,000 ആളുകളാണ് ഈ സി എന്ന് പറയുന്ന സ്റ്റേറ്റില്. സി എന്നുള്ള കർണാടക ആയിക്കോട്ടെ. സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 70,20,000 ആളുകളാണ് APL കാരായിട്ടുള്ളത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുള്ളത്? അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എബോവ് പോവർട്ടി? APL കാരായിട്ടുള്ള മെയിൽസ് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്. ടോട്ടൽ പോപ്പുലേഷൻ അല്ല ചോദിക്കുന്നത്. APL കാരായിട്ടുള്ള ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് കിട്ടിയ 70,20,20,000 പക്ഷെ അതിലുള്ള മെയിൽസിനെ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ ടേബിളിലേക്ക് തിരിച്ചു പോവാം. ടേബിളിലേക്ക് തിരിച്ചു പോകുമ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോപ്പുലേഷനേക്കാൾ മുകളിലുള്ള എന്താ പറയാ APL കാരായിട്ടുള്ളതിൽ നോക്കുമ്പോൾ സി എന്ന സ്റ്റേറ്റ് 7:6 ആണ് അല്ലെ? 7:6 പറയുമ്പോൾ 13 കഷ്ണം ഉണ്ട്. 13 കഷ്ണാക്കണമെങ്കിൽ 7 കഷ്ണം എന്ന് പറയുന്നത് പുരുഷന്മാരും 6 പീസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പൊ 13 7/13 കാണാം. 7/13 വേണം പുരുഷന്മാരെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 7/13. ഓക്കെ, 7/13 നമ്മളെ പുരുഷന്മാരാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ നമുക്കറിയാം 70,20,000 ആണ് APL കാരെങ്കിൽ. ഓക്കെ, 7/13 ഇൻറ്റു 7/13 70,20,000. 70,20,000. ഇത് 70,20,000 ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ, 7/13 70,20,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 70,20,000 70,20,000 ബൈ 1 ആക്കും. 7 ഇൻറ്റു 70,20,000 13 ഇൻറ്റു 1. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രീനിൽ ഒന്നായിട്ടുണ്ട്. വായിക്കണ്ട, ലാസ്റ്റ് വായിക്കാം. നമ്മൾ 70,20,000 എന്താണ്? 70,20,000 അല്ലെ? 70,20,000 ഗുണിക്കാൻ പോകണം ആരോടെ? 7 കൊണ്ട് ഗുണിക്കാൻ പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് ഗുണിക്കുമ്പോ സിമ്പിൾ ആണ്. ഈ പൂജ്യങ്ങളൊക്കെ ഇവിടെ മാറ്റിയേക്കാം. എല്ലാ പൂജ്യം ഇല്ല, ലാസ്റ്റ് ഡിജിറ്റ് തന്നെ കൂട്ടുള്ളൂ. 702 ഈ പൂജ്യം ഒഴിവാക്കരുത് കേട്ടോ.
ഈ പൂജ്യം ഒഴിവാക്കാതെ ലാസ്റ്റിക്കുള്ള പൂജ്യങ്ങൾ ഉണ്ടല്ലോ, ഈ 4 പൂജ്യത്തെ ഒഴിവാക്കിയിട്ട് 702 × 7 ചെയ്യാം. ഓക്കെ, 702 × 7. അപ്പൊ എത്രയാണ്? 4914. ഓക്കെ, 4000 സമയം എത്രയാണ്? 4914. പിന്നെ നമ്മളിവിടെ മാറ്റിച്ച പൂജ്യം ഇല്ലേ, 4 പൂജ്യം നമ്മളിവിടെ മാറ്റിച്ചില്ലേനോ? അപ്പൊ 4 പൂജ്യം വിട്ട് കൊടുക്കാം. 1 2 3 4, 4 പൂജ്യം. അപ്പൊ 49 ലക്ഷത്തി, അല്ല അവിടെ കിട്ടോ, ഇങ്ങനെ തന്നെയാണ്. ഏതൊരു 4914 അല്ലെ, അതെല്ലാം ഗുണിച്ചപ്പോൾ കിട്ടുന്നതിന് 4 പൂജ്യം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല, കണക്ക് കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഹരിക്കണം, ഇവിടെ നിർത്തരുത് കേട്ടോ. ഹരിക്കണം എന്താണ്? 13 ഇൻറ്റു ഡിവൈഡഡ് ബൈ, നമ്മളിപ്പോ ഇവിടെ എത്ര ആയിട്ടുള്ളൂ? ഒരു ഭാഗം ചെയ്തിട്ടുള്ളൂ അല്ലേ? 7 × 70 ലക്ഷത്തി 20,000 ചെയ്തു. ഇനി 13 × 1 എത്രയാണ്? 13 × 1 പറഞ്ഞാൽ 13 തന്നെയാണ്. അപ്പൊ ഈ സംഖ്യ ഹരിക്കണം, മിനിറ്റ്. ഈ സംഖ്യ ഹരിക്കണം 13. ഓക്കെ, അപ്പൊ ഈ സംഖ്യനെ ഹരിക്കണം 13. ഈ 4 പൂജ്യം മാറ്റിവെക്കാം. എന്നിട്ട് 4,914 13 ഹരിക്കാം. ഞാൻ ചെയ്തൊക്കെ 4,914 ഹരിക്കണം 13. സമയം എടുക്കൂട്ടോ, 378. ഓക്കെ, 378ആണ്. 378, 378. ഇനി നമ്മൾ എത്ര പൂജ്യം മാറ്റി വെച്ചിട്ട്? 4 പൂജ്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ 4 പൂജ്യം എടുക്കുക. 1 2 3 4, 4 പൂജ്യം എടുക്കും. 3,78,000. സോറി, 37,80,000. സോറി, 37,80,000. ഇനി നമുക്ക് നോക്കാം, 37,80,000 എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 37,80,000. ഓക്കെ, ഓപ്ഷൻ നോക്കാം. സോറി, ഒന്ന് ക്ലിയർ ചെയ്തരാം. ഓക്കെ, ഓപ്ഷൻ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ 42,60,60,000, 35,90,000, 37,80,000. നമുക്ക് കിട്ടിയ സാധനം ഉണ്ടല്ലേ, 37,80,000 എന്നുള്ള ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എങ്ങനെ എത്തിയെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിക്ക് 37,80,000 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇട്ടിരുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സ്റ്റേറ്റ് സിയിൽ 90 ലക്ഷം ആളുകളാണ് ടോട്ടൽ ഉള്ളത്. 90 ലക്ഷം ആളുകളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഈ 90 ലക്ഷത്തിൽ നമ്മളോട് കണ്ടെത്താനുള്ളത് ഈ APL-കാരായിട്ടുള്ള മെയിൽസിനാണ്. APL-കാരായിട്ടുള്ള മെയിൽസിന്. അപ്പൊ നമ്മൾ അത് APL-കാരായിട്ടുള്ള ടോട്ടൽ ആളുകളെ കണ്ടെത്തണം. അതിന് നമുക്കറിയാം, ഇവിടെ BPL-കാർ 22% ആണെങ്കിൽ APL-കാർ 78% ആയിരിക്കും അല്ലെ? അപ്പൊ 90 ലക്ഷത്തിന് 78% നമ്മൾ കണ്ടു. 70,20,000. ഈ 70,20,000 നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞാൽ ടോട്ടൽ APL-കാരുടെ പോപ്പുലേഷൻ ആണ്. അതിൽ 6:7 ആണ് എന്ത്? 6:7 ആണ് ഇവിടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, സോറി, 7:6 കേട്ടോ, 6 അല്ല, 7:6. നമ്മൾ അങ്ങനത്തെ അല്ലേ ചെയ്തിട്ടുള്ളത്. 7:6, 6:7 അല്ല. പുരുഷന്മാർ 7 ആണ്, സ്ത്രീകൾ എന്ന് പറയുന്നത് 6 ആണ്. 7:6. ഞങ്ങൾ നോക്കി സീൽ ടേബിളിലേക്ക് നോക്കുക. സീലുള്ള എന്താണ്? പോപ്പുലേഷൻകാർ 7:6. അപ്പൊ 7:6, പുരുഷന്മാർ 7ഉം സ്ത്രീകൾ 6ആണ് ഉള്ളത്. 7:6. അപ്പൊ 7:6 ആകുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 13 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുരുഷന്മാർ 7 ആയതുകൊണ്ട് 7/13. 7/13 ഇൻറ്റു എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? ടോട്ടൽ എത്ര കിട്ടിയിട്ടുള്ളത്? 70,20,000 അല്ലെ? 70,20,000 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് നമുക്ക്? എന്നിട്ട് അരിച്ച് ലാസ്റ്റ് എത്ര കിട്ടുന്നുണ്ട്? 37,80,000 കിട്ടുന്നുണ്ട്. 37,80,000 സി എന്ന് പറയുന്ന സ്റ്റേറ്റിലെ APL-കാരായിട്ടുള്ള പോപ്പർട്ടി ലൈനിന്റെ മുകളിലായിട്ടുള്ള മെയിൽസിന്റെ പോപ്പുലേഷൻ എണ്ണം എന്ന് പറയുന്നത് 37,80,000 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്ലിയർ? ഇത് സിമ്പിൾ അല്ലേ? നമ്മൾ ഫസ്റ്റ് ചെയ്ത അത്ര സ്റ്റെപ്പ് ഇല്ല അല്ലേ? ആകെ എത്ര വന്നിട്ടുള്ളൂ? സീരിയൽ ടോട്ടൽ പോപ്പുലേഷൻ വന്നിട്ടുണ്ട്. അതിലുള്ള മെയിൽസിന്റെ എണ്ണം കാണാനാണ് കേട്ടോ. നേരത്തെ എന്താണ്? അതിലുള്ള മെയിൽസിന്റെ എണ്ണം കാണണം, ഫീമെയിൽസിന്റെ എണ്ണം കാണണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണണം. ഭയങ്കര പണിയാണ്. ഇത് എത്ര വന്നിട്ടുള്ളൂ? ഇതിലാകെ ജസ്റ്റ് മെയിൽസിന്റെ എണ്ണം മാത്രമാണ്. ഇത് നമ്മളുണ്ടോ? അതിപ്പോ നമുക്ക് നേരത്തെ സിമ്പിൾ ആയി തോന്നിയില്ലേ? കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആയി. ഒരിട്ടം ചെയ്ത തന്നെ രണ്ടിട്ടാകുമ്പോൾ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുതൽ ചെയ്ത് ഒന്നുകൂടെ ഫാസ്റ്റ് ആയി ഇങ്ങനെ പോകും. ഇതിപ്പോ ചെയ്യുമ്പോൾ ആകെ 10-12 മിനിറ്റ് മാത്രമേ നമുക്ക് സമയം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പറയുന്നത്, നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് ഫാസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് കുറെ ചെയ്ത് നമ്മൾ സ്പീഡായി തീരും. ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന് പോകട്ടോ. നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ ഡൗട്ട്സിന് ക്ലിയർ ചെയ്യട്ടോ.
ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ചോദിക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റിന് എല്ലാവർക്കും വായിച്ചു നോക്കി, ആദ്യം സ്വന്തം എന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തരാം എല്ലാവർക്കും വായിക്കാൻ സമയം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റിൻ ഒന്ന് വായിക്കാം. എല്ലാവരും സ്വന്തം ഒന്ന് വായിക്കട്ടോ. വന്യ. ഓക്കെ, എല്ലാവരും വായിച്ചില്ലേ? ഇനി ജസ്റ്റ് ഞാൻ വായിക്കട്ടോ. ഇഫ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻസ് ഓഫ് സ്റ്റേറ്റ് സി ആൻഡ് ഡി ഈസ് 7:4. ഇത് കുറച്ച് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് പോപ്പുലേഷൻ തന്നിട്ടില്ല, പോപ്പുലേഷന്റെ കണക്ക് തന്നിട്ടില്ല. ടോട്ടൽ പോപ്പുലേഷൻ നേരത്തെ ക്വസ്റ്റനിൽ സിയിലെ ടോട്ടൽ പോപ്പുലേഷൻ വരുമ്പത്തിൽ എയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഒക്കെ 70 ലക്ഷം 90 ലക്ഷം ഒക്കെ തന്നിരുന്നു. പക്ഷെ ഇതിലെന്താണ് ടോട്ടൽ പോപ്പുലേഷൻ തന്നിട്ടില്ല, പക്ഷെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട്. സിയും ഡിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 7:4. നല്ലോണം ശ്രദ്ധിക്കണേ, 7:4. അപ്പോൾ സിയിൽ 70 ലക്ഷം ആളുകളാണെങ്കിൽ ഡിയിൽ എത്ര ആയിരിക്കും? 40 ലക്ഷം, 4 ലക്ഷം ആയിരിക്കും. സിയിൽ 70 ലക്ഷം ആണെങ്കിൽ ഡിയിൽ 40 ലക്ഷം ആയിരിക്കും. സിയിൽ 7 കോടി ആണെങ്കിലോ ഡിയിൽ 4 കോടി ആയിരിക്കും. അങ്ങനെ സിയും ഡിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ 7:4 പിന്നെ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പോപ്പുലേഷൻസ് ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഇൻ സ്റ്റേറ്റ് ഓഫ് സി ആൻഡ് ഫീമെയിൽസ് എബോവ് പോവർട്ടി ലൈൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡി? ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടെ പറയാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സിയും ഡിയും അല്ലെ, സിയും ഡിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എത്രയാണ്? 7:4 എന്നുള്ള നമുക്ക് തന്നിട്ടുണ്ട്. 7:4 അപ്പൊ 7x അല്ലെ, 7 ലക്ഷം ആകുമ്പോൾ ഇത് 4 ലക്ഷം, 7 കോടി ആകുമ്പോൾ 4 കോടി. അപ്പൊ ഇതിന്റെ പോപ്പുലേഷൻ നമുക്ക് 7x നീതാ അല്ലെ. സിയുടെ പോപ്പുലേഷൻ നമുക്ക് 7x നീതാ. 7ന്റെ എത്ര ഗുണിതാണ്? ഇതിന്റെതോ 4x ആണ് അല്ലെ. 4x എന്ന് കൊടുക്കാം. 7 കോടി ആണെങ്കിൽ ഇത് 4 കോടിയാണ്. ഇത് 7 ലക്ഷം ആണ്, ഇത് 4 ലക്ഷമാണ്. ഇത് 7,000 ആണ്, ഇത് 4,000 ആണ് അല്ലെ. അപ്പൊ ഇതിൽ 7x, 7നെ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഇപ്പൊ 7x കൊടുക്കട്ടെ, 4x കൊടുക്കട്ടോ. നിങ്ങൾ എക്സ് കണ്ടിട്ട് പേടിച്ചൊന്നും വേണ്ട. കുറെ ആളുകൾ എക്സും വൈ കണ്ടാ പിന്നെ ഇനി അല്ല ഈ പരിപാടിക്കില്ല എന്നൊക്കെ വിചാരിക്കും. ഒന്നും വിചാരിക്കണ്ട, എക്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒക്കെ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ 7:4 കിട്ടി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ? ഇവിടെ ഇതാക്കണേ മെയിൽസ് ബിലോ, മെയിൽസ് അല്ലെ, മെയിൽസ് ഇട്ട് കൊടുക്കാം. എന്നാൽ BPL അല്ലേ, പൊതുവേ മെയിൽസിനൊക്കെ BPL ആയിട്ട് ചോദിക്കണം അല്ലെ, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വാട്ട് ഈസ് റേഷ്യോ ഓഫ് പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സി? സിയിലാണ് കേട്ടോ, ഏതെങ്കിലും മെയിലാണ് ഉണ്ടാവുക. സി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള മെയില്, BPL ആയിട്ടുള്ള മെയിലും, പിന്നെ ഫീമെയിൽസ് എബോ പോവർട്ടി ലൈൻ ഇൻ ദ സ്റ്റേറ്റ് ഡി. ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഫീമെയിൽസിന്, ഏത് ഫീമെയിൽസിനെ വേണ്ടത്? APLകാരായിട്ടുള്ള എബോ പോവർട്ടി ലൈൻ, APLകാരായിട്ടുള്ള ഫീമെയിൽസിനെയും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള BPLകാരായിട്ടുള്ള മെയിലും ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ APLകാരുള്ള ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ, ഡിഫറൻസ് അല്ല റേഷ്യോ. കാരണം ഡിഫറൻസ് കാണണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു എണ്ണം തരണ്ടേ. ഇവർ നമുക്ക് കറക്റ്റ് എണ്ണം തരണം. ഇവർ തമ്മിൽ ഓൾറെഡി നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളൂ, 7:4 റേഷ്യോ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് കാണാം കേട്ടോ. സിമ്പിൾ ആണ്, ചെറിയൊരു ട്രിക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് വി ആർ ഗിവൺ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് പോലെ, എന്തൊക്കെ തന്നിട്ടുള്ളത്? പോപ്പുലേഷൻ റേഷ്യോ ഓഫ് സ്റ്റേറ്റ് സി. സി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷന്റെ റേഷ്യോന് അനുപാതം തന്നിട്ടുണ്ട്. ഡിയും സിയും ഡിയും തമ്മിലുള്ളത് 7:4 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സങ്കല്പിക്കുകയാണെന്നില്ലേ, ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് സി, സി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ 7x ആക്കി കൊടുക്കാം. 7x, എക്സ് എത്ര ആയിക്കോട്ടെ, ലക്ഷം ആയിക്കോട്ടെ, കോടി ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, കുഴപ്പമില്ല, എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കാരണം ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡി എന്ന് പറയുന്നത് 4x ആയിരിക്കും അല്ലെ. ഇവിടെ 4 കോടി ആണെങ്കിൽ അവിടെ 7 കോടി, അങ്ങനെ 7x മറ്റേ 4x ആണ്. ഇത് നമുക്ക് കിട്ടി. സിമ്പിൾ ആട്ടോ. ഓക്കെ, 7x ആണ് കിട്ടി. ഇനി നമ്മൾ സ്റ്റേറ്റ് സിയിലുള്ള, നമ്മളോട് എന്താ കണ്ടെത്താണത്? സ്റ്റേറ്റ് സിയിലുള്ള മെയിൽസിന്റെ എണ്ണം അല്ലെ, മെയിൽസിന്റെ എണ്ണം. അതായത് മെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് പോവർട്ടി ലൈനിന്റെ താഴെയുള്ള BPLകാരായിട്ടുള്ള മെയിൽസിന്റെ, സ്റ്റേറ്റ് സിയിലുള്ള BPLകാരായിട്ടുള്ള മെയിൽസിന്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എണ്ണം നമുക്ക് കറക്റ്റ് കിട്ടൂല, കാരണം നമുക്ക് ടോട്ടൽ പോപ്പുലേഷന്റെ എണ്ണം കറക്റ്റ് തന്നിട്ടില്ല, പ്രൊപ്പോർഷൻ മാത്രമല്ല തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു? നമുക്ക് സ്റ്റേറ്റ് സിയിലുള്ള BPLകാരുടെ മെയിൽ അല്ലേ, ബട്ട് സ്റ്റേറ്റ് സിയിൽ ആകെ എത്ര BPLകാരെ നമുക്ക് ടേബിളിൽ പോയി നോക്കേണ്ടി വരും. ഓക്കെ, ടേബിളിലേക്ക് പോവാ. സ്റ്റേറ്റ് സിയിലുള്ള BPLകാരുടെ എണ്ണം എത്ര നോക്കാം. സ്റ്റേറ്റ് സിയിലുള്ള BPLയുടെ എണ്ണം നമുക്കറിയാം, 22% നമുക്കറിയാം. ഇപ്പൊ 7xന്റെ
7x 7 കോടി 7 ലക്ഷം അതിന്റെ 22%, അതിന്റെ 22% ആളുകൾ BPL ആണ്. ഏ അതിലുള്ള മെയിലിനെ കാണേണ്ടത്. അതിൽ 6:5 പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 6 നമുക്ക് കാണേണ്ടത്. അത്രല്ലേ? 7x ആണ് നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ. അതിൽ 22% ആളുകൾ BPL ആണ്. ആ BPL മെയിൽ നമുക്ക് കാണണം. 6 അല്ലെ? 6:5 അല്ലേ? 6 നമുക്ക് കാണണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം കേട്ടോ. എന്താ അപ്പൊ സി എന്ന് പറയുന്ന സ്റ്റേറ്റില്ല, സിയും ഡി ആണ് നമുക്കുള്ളത്. സി എന്ന സ്റ്റേറ്റ് എടുത്തു. അതിലെന്ത് ചെയ്തു? 22% ആളുകൾ BPL ആണ്. ഇതിൽ 22% ആളുകൾ BPL ആണ്. അപ്പൊ 7xന്റെ 22% നമ്മൾ കാണും. 7xന്റെ 22% കാണാൻ നല്ല സുഖമാണ്. അതായത് 7x ഇൻറ്റു, ഒരു മിനിറ്റ്, 7x ഇൻറ്റു എന്താണ്, 100. 22/100 അല്ലേ? ആരും എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. 7x ആണ് ടോട്ടൽ പോപ്പുലേഷൻ. അത് എത്രയാവാ? 7 കോടി 7 ലക്ഷം ആവാം. ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 22% 100. 22/100 പറഞ്ഞാൽ എത്ര? 22ന് 100 കൊണ്ട് ഹരിച്ചാൽ എത്ര? നമുക്കിവിടെ 0 വെട്ടാനൊന്നുമില്ല. പക്ഷേ ഈ 2 പൂജ്യത്തിന്റെ സ്ഥാനത്ത് നമുക്ക് 2 പോയിന്റ് കൊണ്ട് ഏറിട്ട് കൊടുക്കാം. 0.2. അപ്പൊ ഇവിടെ 100ന് ഈ പൂജ്യത്തെ വെട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ 2 സ്ഥാനം മുമ്പ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 7x ഇൻറ്റു 0.22. ഓക്കെ, ഇതെങ്ങനെ കിട്ടുന്ന വെച്ചാൽ 7xന്റെ 22% അല്ല കാണേണ്ടത് നമുക്ക്. ഇപ്പൊ 7x 22/100. 22/100 നമ്മൾ ഷോർട്ട് ആക്കുകയാണ്. ഈ 100-ലെ 2 പൂജ്യം വെട്ടി 22ന്റെ 2 സ്ഥാനം മുമ്പ് ഇങ്ങോട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. 0.22 ആക്കി. 0.22 എന്ന് പറയില്ല, 0.22 എന്നിട്ടോ ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 0.22 ആക്കി. അപ്പൊ 7x ഇൻറ്റു 0.22 ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കി. 7x ഇൻറ്റു 0.2. അപ്പൊ എക്സ് നമുക്ക് മാറ്റിയേക്കാം. 7 ഇൻറ്റു 0.2. 7 ഇൻറ്റു 0.22. അപ്പൊ പോയിന്റ് അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം 7 ഇൻറ്റു 22 ഗുണിച്ച് നോക്കാം. 7 ഇൻറ്റു 22 എത്രയാണ്? 154ആണ്. 154ആണ് അല്ലേ? അപ്പൊ നമ്മൾ എത്ര പോയിന്റ് അവിടെ അവഗണിച്ചത്? 0.22. പോയിന്റ് മുമ്പ് 2 സ്ഥാനം ഇവിടെ അവഗണിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് മുമ്പ് ഇവിടെ 2 സ്ഥാനം മുമ്പ് ഇവിടെ പോയിന്റ് എടുക്കാം. 1.54. മനസ്സിലായിരിക്കുന്നു. 7x നമ്മൾ 0.22 കൊണ്ട് ഗുണിക്കാണ്. അപ്പൊ എക്സിനോടെ മാറ്റി വെച്ചു. എക്സിന് പ്രത്യേകിച്ച് value ഒന്നും ഇപ്പൊ നിലവിലില്ല. എക്സിനോട് വെച്ചിട്ട് 7 ഗുണിക്കണം 0.22. അപ്പൊ നമ്മൾ ഗുണിക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കാം കേട്ടോ. 7 ഗുണിക്കണം 22 ചെയ്യാം. അപ്പൊ 154 കിട്ടും. ഈ 0.22 എന്ന് പറയുന്നത് എത്ര സ്ഥാനം മുമ്പാണ്? അല്ലെ, 2 സ്ഥാനം മുമ്പാണ് ഇവിടെ പോയിന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ കിട്ടുന്ന ആൻസറിന്റെ 2 സ്ഥാനം മുമ്പ് ഇവിടെ പോയിന്റ് എടുക്കും. അപ്പൊ 1.54 കിട്ടി. 7 ഗുണിക്കണം 0.22 1.54 കിട്ടി. 1.54 പിന്നെ ഒരു എക്സോടെ ബാക്കിയില്ലേ? 1.54x. 1.54x. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോഴേ സമയം എടുക്കുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് എക്സാമ്പിളിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. 1.54x എന്ന് പറയുന്നത് കിട്ടി. അപ്പോ ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് അപ്പൊ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 1.54x ആണ് BPL-കാരായിട്ടുള്ളത്. ആകെ 7x-കാരാണ് ടോട്ടൽ ജനസംഖ്യ. അതിൽ 1.54x-കാർ എന്താണ്? BPL-കാരാണ്. ഈ BPL-ൽ നിന്ന് നമുക്ക് എന്താണ് ഇനി? BPL നിന്ന് മെയിലിനെ കണ്ടെത്തണം അല്ലെ? മെയിലുകാരായിട്ടുള്ള BPL-നെ കണ്ടെത്തുന്നത്. മെയിലുകാരുള്ള റേഷ്യോ എത്രയാണ്? ടേബിളിൽ തന്നിട്ടുണ്ട് 6:5. നേരത്തെ ടേബിളിലേക്ക് പോയി നോക്കിയാൽ 6:5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6:5 തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ 6:5 ആകെ 11 പാർട്ടാണ് ഉള്ളതെങ്കിൽ അതിൽ 6 പാർട്ട് മെയിൽസ് ആണ്, 5 പാർട്ട് ഫീമെയിൽസും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ടോട്ടൽ BPL എണ്ണം നമുക്കറിയാം. 1.54x ആണ് അല്ലെ? 1. സോറി, ഒരു മിനിറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. 1.54x 54x എന്ന് പറയുന്നത് ടോട്ടൽ BPL-കാരുടെ എണ്ണമാണ്. 54x എന്ന്. പിന്നെ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? നമുക്ക് 11 അല്ലെ? 11 പാർട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ 6 പുരുഷന്മാരാണ്. അപ്പൊ 6/11 കൊണ്ട് ഗുണിക്കണം. 6/11 ഗുണിക്കണം. മിനിറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി തരാം. 6/11. ഓക്കെ, 6/11 കൊണ്ട് ഗുണിക്കണം. 1.54x-നെ 6/11 ഗുണിച്ച് നോക്ക്. എങ്ങനെ ഗുണിക്കാം? 1.54x എന്നുള്ളത് ഡിവൈഡ് ബൈ 1 കൊടുക്കാം. അപ്പൊ 1.54 ഇൻറ്റു 6 ഗുണിക്കാം. 1-നെ 11 കൊണ്ട് ഗുണിക്കാം. 1.54 ഇൻറ്റു 6 ചെയ്ത് നോക്കി. 154 ഇൻറ്റു 6 ചെയ്യാം. 154 ഇൻറ്റു 6 ചെയ്തിട്ട് 2 സാധനം ഇപ്പോഴത്തെ പോയിന്റ്. 154 ഇൻറ്റു 6 എത്ര ഇട്ടുണ്ട്? 6 ചെയ്താൽ എത്ര ഉണ്ട്? 924 ഇട്ടുണ്ട്. 924 കിട്ടുന്നുണ്ട്. ഇവിടെ 2 സാധനം മുമ്പ് ഇവിടെ പോയിന്റ് ഇല്ലേ? അല്ലെ, 2 സാധനം മുമ്പാണല്ലോ പോയിന്റ് ഉള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ 2 സാധനം ഇവിടെ പോയിന്റ് എടുക്കും. 9.24 അല്ലെ? 1.54x ഇൻറ്റു 6 എന്ന് പറയുന്നത് 9.24x ആയിരിക്കും. എക്സ്. പിന്നെ 1 ഇൻറ്റു 11 എത്രയാണ്? 1 ഇൻറ്റു 11 എത്രയാണ്?
11 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടി, പുരുഷന്മാരെ എണ്ണം കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇനി ഹരിക്കാൻ പറ്റൂലല്ലോ, ഇതിനെ ഹരിക്കാൻ കഴിയില്ല, അത് അടക്കട്ടെ കേട്ടോ. പുരുഷന്മാരെ എണ്ണം കിട്ടി, സ്റ്റേറ്റ് സി. നമുക്ക് പുരുഷന്മാരെ എണ്ണ ആവശ്യമില്ല, പുരുഷന്മാരെ എണ്ണവും സ്ത്രീകളുടെ തമ്മിലുള്ള റേഷ്യോ കിട്ടിയാൽ മതി. റേഷ്യോ കിട്ടാൽ നമുക്ക് സുഖമാണ്, നമുക്ക് ഹരിച്ചാൽ മതി. എക്സിന്റെ വാല്യൂ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ 9.24 ഭരിക്കണം 11 എന്നുള്ളതാണ് എന്ത്, ബി പി എല്ലുകാരായിട്ടുള്ള സി സ്റ്റേറ്റിലുള്ള ബി പി എല്ലുകാരായിട്ടുള്ള മെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത്. എക്സ് എത്ര നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എടുക്കട്ടെ. 6/11 ഇൻറ്റു 1.54 ചെയ്തിട്ടുണ്ട് 9.24 എന്നിട്ടുണ്ട്. ഈ എക്സ് വന്ന് കിട്ടിയിട്ടുണ്ടാവും 7:4 നമ്മൾ ടോട്ടലിനെ 7x ആക്കി കണ്ടു. ഈ 7xന്റെ 22% എന്ന് പറയുന്നത് എത്രയാണ്, 1.54x ആണ്. 1.54x നമ്മൾ എന്ത് ചെയ്തു, ഇനി റേഷ്യോ കൊണ്ട് നമ്മൾ ഗുണിക്കാണ്. 6/11 ഇൻറ്റു 1.54x എന്ന് പറയുമ്പോൾ 9.24x/11 കിട്ടി. അപ്പൊ സ്റ്റേറ്റ് സിയിലുള്ള മെയിലിന്റെ എണ്ണം കിട്ടി, ബി പി എല്ലുള്ള മെയിലിന്റെ എണ്ണം കിട്ടി. ഇനി നമുക്ക് സ്റ്റേറ്റ് ഡിക്ക് പോവല്ലേ, സ്റ്റേറ്റ് ഡിക്ക് പോവാ. ഓക്കെ, സ്റ്റേറ്റ് ഡിക്ക് പോവാം. സ്റ്റേറ്റ് ഡിയിൽ നമുക്കറിയാം, സ്റ്റേറ്റ് ഡിന്റെ ടേബിളൊക്കെ എടുത്ത് നോക്കാം. നമുക്ക് പ്രോപ്പർട്ടി ബി പി എൽ ആയിട്ട് എത്ര ശതമാനം ആളുടെ നോക്കാം. ഡിയിലേക്ക് വരുമ്പോൾ അവിടെ 28% ആളുകൾ ബി പി എല്ലാണ്. ഓക്കെ, 28% ആളുകൾ ബി പി എല്ലാണ്. പിന്നെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ എ പി എല്ലുകാരായിട്ടുള്ള സ്ത്രീകളാണ്. എ പി എല്ലുകാരായിട്ടുള്ള മെയിൽസ് ഫീമെയിൽസ് എന്ന് പറയുന്നത് 7ആണ്, 5:7 അല്ലേ എ പി എല്ലുകാരായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:7. അപ്പൊ അത് 28% എത്രയാണ്, 28% ബി പി എല്ലുകാരാണ്. അത് നമുക്ക് മനസ്സിലാക്കി എത്ര ശതമാനമായിരിക്കും, 72% ആയിരിക്കും എ പി എല്ലുകാർ എന്ന് പറഞ്ഞത്. 28% ബി പി എല്ലുകാരാണെങ്കിൽ 72% എ പി എല്ലുകാരായിരിക്കും. ഈ എ പി എല്ലിൽ പെട്ട 5:7 നമുക്ക് കണ്ടെത്തേണ്ടത്, 7 കണ്ടെത്തേണ്ടത്, ഫീമെയിലാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എ പി എല്ലിൽ 72%. ഇതിന് അപ്പൊ നമ്മള് ടോട്ടൽ നമുക്കറിയാം, ഡി സ്റ്റേറ്റ് അല്ലേ, ഡി സ്റ്റേറ്റിൽ എത്ര ജനസംഖ്യ ഉള്ളത്, 4x അല്ലേ, 4x അല്ലേ, 7:4 അല്ലേ. സി എന്ന് പറയുന്നത് 7x ആണെങ്കിൽ ഡിയിൽ എത്ര ശതമാനം ആളുകളായിരിക്കും, എത്ര ആളുകൾക്ക്, 4x ആയിരിക്കും. അപ്പൊ 4xന്റെ 72% നമ്മൾ കണ്ടെത്തണം. കാരണം നമുക്ക് ആവശ്യമുള്ളത് എ പി എല്ലുകാരായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണമാണ്. അപ്പൊ നമ്മൾ ആദ്യം എ പി എല്ലുകാരുടെ പോപ്പുലേഷൻ കണ്ടെത്തണമെങ്കിൽ ബി പി എല്ലുകാർ 28 ആണെങ്കിൽ എ പി എല്ലുകാർ 72 ആയിരിക്കും. അപ്പൊ 4xന്റെ 72% കാണാൻ നമ്മൾ. ഓക്കെ, 4xന്റെ 72%. ഓക്കെ, ഇവിടേക്ക് വരെ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. എന്താ 4xന്റെ 28% ബി പി എല്ലുകാരാണെങ്കിൽ 72% എ പി എല്ലുകാരായിരിക്കും. അപ്പൊ 4xന്റെ 72% കാണാം. 4x ഇൻറ്റു 72/100, 72/100. അപ്പൊ നമുക്ക് 72/100 ചെയ്യാൻ 2 0 വിട്ട ഇവിടെ 2 സ്ഥാനം മുമ്പത്തെ ഒരു പോയിന്റ് എടുക്കുക. അപ്പൊ 4x ഇൻറ്റു 7.2, 4x ഇൻറ്റു 0.72 അല്ലെ, 0.72, 2 സ്ഥാനം മുമ്പ് പുള്ളിത്ത് വിട്ടു. കാരണം 100ൽ 2 0 ഉണ്ട്, 2 0 വിട്ടുമ്പോൾ 2 സ്ഥാനം മുമ്പേക്ക് പോയിന്റ് എടുക്കണം. അപ്പൊ 4x ഇൻറ്റു 0.72 കിട്ടി. ഈ 4xും 0.72 ഗുണിക്കുക, എന്നെ 4x/72 ഗുണിക്കുക. ഓക്കെ, എക്സ് അവിടെ കട്ടെ, 4x/72 ഗുണിക്കുക. 4x/72 ചെയ്താൽ 288 കിട്ടും, 288 കിട്ടും. പിന്നെ നമുക്ക് 288 അല്ല, അവിടെ 2 പോയിന്റ് മുമ്പ് നമ്മളിവിടെ സ്കിപ്പ് ചെയ്തില്ല. ഈ 2 പോയിന്റ് വിട്ട് കൊടുക്കണ്ടേ, 72 മുമ്പ് ഈ 72 മുമ്പ് 2 പോയിന്റ് വിട്ട് കൊടുക്കണം. അപ്പൊ 88 മുമ്പ് 2 പോയിന്റ് എടുക്കാം. 2.88, 2.88 പിന്നെ എക്സിന് നമ്മൾ ഇവിടെ ചെയ്തു. 2.88x എന്നുള്ളതാണ് എന്ത് ടോട്ടൽ എന്താ പറയാ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്, എ പി എല്ലുകാരായിട്ടുള്ള ജനസംഖ്യ. ആകെ ജനസംഖ്യ 4x ആണെങ്കിൽ എ പി എല്ലുകാർ 72% ഉണ്ട്. അത് എത്ര എക്സ് ആണ്, 2.88x ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 2.88x. ആകെ 4x ആണെങ്കിൽ 72%, 4x/72% നമ്മൾ ചെയ്യുന്നു, 2.88x എന്ന് കിട്ടുന്നു അല്ലേ. ഇനി നമുക്ക് 2.88x ടോട്ടലി എ പി എല്ലുകാരല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്, എ പി എല്ലുകാരായിട്ടുള്ള ഫീമെയിലിന് വേണ്ടത് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ വേണ്ടത് എന്താണ്, സി ആൻഡ് ഫീമെയിൽസ് എ പി എൽ ഇൻ ഡി. ഡി സ്റ്റേറ്റിലുള്ള എ പി എല്ലുകാരായിട്ടുള്ള ഫീമെയിൽസിനാണ്. അപ്പൊ ഡി സ്റ്റേറ്റിലുള്ള ടോട്ടൽ എ പി എല്ലുകാർ 2.88x ആണെങ്കിൽ ഉള്ള ഫീമെയിലിനെ കണ്ടെത്താൻ സുഖമാണ്. നമുക്ക് പ്രൊപ്പോർഷൻ നമുക്ക് 5:7 ആണ് അല്ലെ. പുരുഷന്മാർ 5 ഭാഗമാണെങ്കിൽ സ്ത്രീകൾ 7 ഭാഗമാണ്. അപ്പൊ ടോട്ടൽ 12 ഭാഗമാണ്. 12ൽ 7 ഭാഗമാണ് സ്ത്രീകൾ ഉള്ളത്. അപ്പൊ 2.88x ഇൻറ്റു 7/12 ചെയ്യുന്നു. 2.88x ഇൻറ്റു 7/12 ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സാധാ പോലെ തന്നെ ചെയ്യും. ഞാൻ പിന്നെ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നുകൂടെ റെഡി ആവാൻ വേണ്ടിട്ടോ, ഞാൻ അടുത്ത സെറ്റിൽ നിന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂല. 7/12 ഇൻറ്റു 2.88x/1. ഇത് നമ്മൾ ഹരിക്കാൻ വേണ്ടി ഗുണിക്കാൻ വേണ്ടിട്ട് ഇതിന് ബൈ 1 കൊടുക്കുകയാണ് കേട്ടോ. ഇത് 2.88 ബൈ 1 ഹരിക്കണം 1 തന്നെയല്ലേ.
1. അപ്പൊ 7 ഗുണിക്കണം 2.88 എക്സ് ചെയ്ത് നോക്കാം. 12 × 1 12 തന്നെയാണ്. അടിയിൽ 12 നമുക്ക് ഉറപ്പാണ്. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 7 × 2.88. അപ്പൊ ആദ്യം നമ്മൾ 7 × 288 ചെയ്യാം. 7 × 288 കേട്ടോ. 7 × 288 ചെയ്യുന്നു. അത് എത്ര കിട്ടുന്നു? 2016 കിട്ടുന്നു. ഓക്കെ, 2016 കിട്ടുന്നു. 2016 കിട്ടുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പോയിന്റ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 2 പോയിന്റ് മുമ്പാണ് പുള്ളി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 2 പോയിന്റ് നമ്മൾ ഇടും. 20.16. 7 × 2.88 നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ 20.16 കിട്ടുന്നു. ഹരിക്കണം 12. അപ്പൊ 20.76 എക്സ് ആണ്. പിന്നെ ഹരിക്കണം 12. ഇതാണ് നമ്മൾ കണക്ക്. ഇത് നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റൂല. 20.12 എക്സും ഹരിക്കണം 12 എന്നുള്ളതാണ് ഇവിടുത്തെ ഫീമെയിലുകാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഫീമെയിലുകാരുടെ എണ്ണവും എന്താ പറയുക, ബി പി എല്ലുകാരായിട്ടുള്ള മെയിൽസിന്റെയും സി സ്റ്റേറ്റിലുള്ള ബി പി എല്ലുകാരായ മെയിൽസിന്റെയും ഡി സ്റ്റേറ്റിലുള്ള എ പി എല്ലുകാരായിട്ടുള്ള ഫീമെയിൽസിനും തമ്മിലുള്ള പ്രൊപ്പോർഷൻ വെച്ചിട്ടുള്ളത്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നമ്മൾ ഹരിച്ചാൽ മതി. എണ്ണം കിട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നേരത്തെ ഇവരെ എണ്ണം കിട്ടിക്കണേ. നമുക്ക് എത്ര കിട്ടിക്കണേ? മെയിൽസുകാരുടെ എത്രയാണ്? 9.24 എക്സ് ബൈ 11. ഫീമെയിൽസിന്റെ എത്രയാണ്? 20.16 എക്സ് ബൈ 12. അപ്പൊ അത് രണ്ടും തമ്മിൽ ഹരിക്കാം. ഓക്കെ, 7 ഉം 4 തമ്മിലുള്ള പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? 7/4 ആണ്. 10ഉം 20ഉം തമ്മിലുള്ള പ്രൊപ്പോർഷൻ എങ്ങനെ കാണാം? 10/20 ആണ്. അപ്പോ എന്താ പറയാ, പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 9.24 എക്സ് ബൈ 11ഉം സ്ത്രീകൾ എന്ന് പറയുന്നത് 20.16 എക്സ് ബൈ 12 ആണ് പറയുമ്പോൾ അത് രണ്ടും തമ്മിൽ ഹരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തും? ഹരിക്കൽ എങ്ങനെ? അങ്ങോട്ട് ഹരിക്കന്നെ, ഇതേപോലെ ഹരിക്കന്നെ. എഴുതിത്തരാം, ഒരു മിനിറ്റ്. 9.24 എക്സ് അല്ലേ ബൈ 11. ഇതാണ് പുരുഷന്മാരുടെ എണ്ണം. സ്ത്രീകളാണ് എത്ര? ഇതിനെ ഹരിക്കുക. ഇത് ഒന്നായിട്ടാണ് ഹരിക്കുക തന്നെ. എന്തിനോട് ഹരിക്കുക? 9.24 എക്സ് ബൈ 11 ഹരിക്കണം. സ്ത്രീകളുടെ എണ്ണം എത്രയാണ്? സ്ത്രീകളുടെ എണ്ണം എത്ര? 20.16 എക്സ് ബൈ 12 ആണ് അല്ലേ? ബൈ 12 ആണ്. നമുക്ക് രണ്ടിലും എക്സ് ഇല്ലേ? മേലെ അടിയിൽ എക്സ് ഇല്ലേ? എക്സിന് വെട്ടി. ഇതുവരെ എക്സിനെ പേടിച്ചിരുന്ന ആളുകളൊക്കെ ഇല്ലേ? എക്സ് പോയിട്ടോ, ഇനി എക്സ് ഇല്ല. ഇനി ആര് മാത്രമേ ഉള്ളൂ? 9.24 ബൈ 11. ഇത് നമ്മൾ ഹരിക്കണം. ആരോട് ഹരിക്കണേ? 20.16 ബൈ 12 ഹരിക്കാണ്. ഹരിക്കാൻ എന്താ ചെയ്താൽ മതി? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കൽ എങ്ങനെയാണ്? രണ്ടാമത്തെ ഭിന്നസംഖ്യ നമ്മൾ നേരെ തിരിച്ചിടാം. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. 1/2 മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെ ഹരിക്കാം? ഇവിടെ 9.24 ബൈ 11 ഹരിക്കണം 20.16 ബൈ 12 അല്ലേ? രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെ ഹരിക്കുക വെച്ചാല്, രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെ 1/2 ഹരിക്കണം 3/4 എങ്ങനെ ചെയ്യാറിയോ? ഒന്നുമില്ല. രണ്ടാമത്തെ ഭിന്നസംഖ്യയിൽ അതിനെ നേരെ തിരിച്ചിടുക. 4/3 ആക്കുക. എന്നിട്ട് തമ്മിൽ ഗുണിക്കുക. അപ്പൊ 1/2 ഗുണിക്കണം 4/3. ഗുണിക്കൽ എങ്ങനെ? നേരെ ഗുണിക്കുക. 1 4 ഗുണിക്കുക, 2 3 ഗുണിക്കുക. 1 4 ഗുണിച്ചാൽ 4 കിട്ടും, 2 3 ഗുണിച്ചാൽ 6 കിട്ടും. ഇതാണ് 1/2 ഹരിക്കണം 3/4 ആൻസർ. ഈ പറഞ്ഞ ക്ലിയർ ആയി? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ ഒരു പണിയില്ല. രണ്ടാമത്തെ ഭിന്നസംഖ്യനെ നേരെ തിരിച്ചിടുക. 3/4 4/3 ഇടുക. എന്നിട്ടാണ് ഗുണിക്കന്നെ. 1/2 × 4/3. ഗുണിക്കൽ എങ്ങനെ? നേരെ ഗുണിക്കാം. 1 × 4 4, 2 × 2 6. അപ്പൊ 4/6 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും വലിയ സംഖ്യ നമ്മൾ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്തു? 4/6 എത്തിച്ചു. അപ്പൊ ഇനി 9/24 9/24 ഹരിക്കണം 11, 20.16 ഹരിക്കണം 12 നമ്മൾ എന്താ ഹരിക്കൽ എങ്ങനെയാ? ഈ 20/16 ഉണ്ടല്ലോ, നമ്മൾ നേരെ തിരിച്ചിടും. നേരെ തിരിച്ചിട്ട് 9.24 ബൈ 11 ഗുണിക്കണം. തിരിച്ചിട്ടിട്ട് മാത്രം പോരാ, എന്നിട്ട് ഗുണിക്ക വേണ്ടത് 12/20.16. ഇത് ചെയ്ത് നോക്കി. 20.16 ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. 9 പോയിന്റ് ഒന്ന് വൃത്തിയിൽ എഴുതി തരാം. 9 പോയിന്റ് എന്താണ്? 9.24 അല്ലേ? 9.24 ബൈ 11. അതിന് നമ്മൾ ഹരിക്കാണ്. ആരോട് ഹരിക്കണേ? എന്താ പറയാ, 20 ബൈ 12 ഹരിക്കാണ്. അപ്പൊ നമ്മൾ അതിനെ നേരെ തിരിച്ചിടുക.
ഇപ്പൊ തിരിച്ചിട്ട മാത്രം പോലെ തിരിച്ചിട്ട് ഗുണിക്കാൻ വേണ്ടിയത്. തിരിച്ചിട്ട് ഗുണിക്കണം. ഇപ്പൊ ഗുണിക്കാനുള്ള ചിഹ്നം ഇട്ടു. 12/12 20.16 16 ഇട്ടു. ഇനി ഗുണിച്ച് വെക്കാം. 9.24 × 12 924 × 12 ചെയ്ത് വെക്കുക. എന്നിട്ട് 2 സ്ഥാനം മുമ്പ് പുള്ളി കുത്തിടുക. ഇത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അതിന് വേറൊരു എളുപ്പ വഴിയില്ല. 9.24 × 12 ചെയ്യാൻ 924 ഗുണിക്കണം 12 ചെയ്യാം. ആ ആൻസറിന് മുമ്പ് 2 പുള്ളി കുത്തണം. അപ്പൊ 924 ഗുണിക്കണം 12 എന്ന് പറയുന്നത് 11,088 ആണ്. 11,088. ഓക്കെ, 11,088. അപ്പൊ നമ്മളിവിടെ 2 സ്ഥാനം ഇവിടെ പോയിന്റ് ഇല്ലേ? ഇവിടെ 9.2 2 സ്ഥാനം മുമ്പ് പോയിന്റ് ഇല്ല. അപ്പൊ ഇവിടെ 2 സ്ഥാനം മുമ്പ് പോയിന്റ് ഇടാം. 110.88 ഡിവൈഡഡ് ബൈ, അപ്പൊ ഇത് കിട്ടി 9.24 × 12 എത്ര? 110.88. അത് മേൽസംഖ്യ കിട്ടി. ഞാൻ അടിയത്ത് 11 × 20.16 അല്ലേ? ആ 11 × 2016 ചെയ്യാം. 11 × 2016 പോയിന്റ് ഒഴിവാക്കിയിട്ട് 2016 ഗുണിക്കുക. അപ്പൊ എത്ര ഇട്ടുണ്ട്? 22,176 കിട്ടുന്നത്. 22,176 കിട്ടുന്നുണ്ട്. 22 ഇവിടെ ഇവിടെ 2 പോയിന്റ് മുമ്പ് ഇവിടെ പോയിന്റ് ഇല്ല. 2 അക്കം മുമ്പ് പോയിന്റ് ഇല്ല. അപ്പൊ ആ 2 അക്കം കൂടി പോയിന്റ് ഇടാം. ഓക്കെ, ഇവിടെ 110.88 ഹരിക്കണം 22.176. ഇത് നമ്മൾ ചെറുതാക്കി നോക്കി. ഇത് നമ്മൾ ചെറുതാക്കി. ഇത് നമ്മൾ പെട്ടെന്ന് ഓടണം കേട്ടോ. അത് ചെറുതാക്കി 110.88 221.76 തമ്മിൽ ബന്ധം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. 110/88 എന്നുള്ളത് 221.76 ഹരിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. 1/2. അതായത് 110.88 എന്ന് പറഞ്ഞത് 221.76 പകുതിയാണ്. 110 × 88 × 2 ചെയ്ത് നോക്കി. ഇതിന്റെ ഇരട്ടിയാണ് 221.76. 110ന്റെ ഇരട്ടി 220, 88ന്റെ ഇരട്ടി 176. അപ്പൊ 22,176 കിട്ടി. അപ്പൊ 110.88 ഹരിക്കണം 221.76 എന്ന് പറഞ്ഞാൽ 1/2. ഇതിന് ചെറുതാക്കുമ്പോൾ 1/2 കിട്ടും. ഇത് ഒന്നാണെങ്കിൽ അതിന്റെ ഇരട്ടിയാണിത് 1/2. ഓക്കെ, അപ്പൊ 1/2 ആണ് ഇവിടുത്തെ നമ്മളെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ പുരുഷന്മാർ 1 ആണെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് 1:2. ഓക്കെ, 1:2 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. 1/2 കിട്ടി അല്ലേ? ഇവിടെ എക്സിനെ ഡിലീറ്റ് ആക്കിയത് നമുക്ക് പഠിച്ചുകൊള്ളു. എക്സിനെ ഡിലീറ്റ് ആക്കാൻ ഒരു പണിയില്ല. മേലെ എക്സ് ഉണ്ട്, അടിയിൽ എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സിനെ ഒഴിവാക്കി. എന്നിട്ട് 9.24/11 ഹരിക്കണം 20.16 ഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തേന് നേരെ തിരിച്ചിടും. എന്നിട്ട് ഗുണിക്കും. അടിയത്തെ സംഖ്യ നമ്മൾ നേരെ തിരിച്ചിട്ടു അല്ലെ? 12/20.16 ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. ഗുണിച്ചപ്പോൾ എന്തിട്ടി? 110.88 221.76 കിട്ടി. അതിനെ നമ്മൾ ചെറുതാക്കിയപ്പോൾ ഇതിന്റെ പകുതിയാണ് മനസ്സിലായി. അപ്പൊ 1/2. അപ്പൊ പുരുഷന്മാർ 1 ആണെങ്കിൽ സ്ത്രീകൾ 2 ആണ്. അപ്പൊ എന്ന് മനസ്സിലാക്കുക എന്ത്? 1:2 ആണ് ഇവിടുത്തെ പ്രൊപ്പോർഷൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയട്ടെ. ഇവിടെ നിങ്ങൾ എക്സ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള എക്സ് ആണ്. എക്സിന്റെ കണക്കാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? ക്വസ്റ്റ്യൻ എന്നുള്ളത് സിയും ഡിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ. ഓക്കെ, സിയും ഡിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ 7:4 ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ സി നമ്മൾ 7x ആയിട്ട് കാണും. ഡി നമ്മൾ എത്ര ആയിട്ട് കാണും? 4x ആയിട്ട് കാണും. ഈ 4xലുള്ള പുരുഷന്മാരെ എണ്ണം കാണേണ്ടത്. അപ്പൊ 4xലുള്ള APLകാരായ സ്ത്രീകളുടെയും 7xലുള്ള BPLകാരുടെ പുരുഷന്മാരെ എണ്ണം കണ്ടത്. അപ്പൊ 7xലുള്ള ആകെ എന്താ ശതമാനം എന്ന് പറയുന്നത് എന്താണ്? സി. 7x പറഞ്ഞത് സി അല്ലേ? സിയിലുള്ള ശതമാനം എന്ന് എത്രയാണ്? 22%. 22% BPLകാരാണ്. ഓക്കെ, 22% BPLകാർ പറയുമ്പോൾ നമ്മൾ എഴുതി ഇവിടെ ചെയ്തു അല്ലെ? എന്തായാലും ഇപ്പോൾ 22%. 7x × 22/100 ചെയ്യുമ്പോൾ 1.54 കിട്ടും. 1.54x ആണ് ടോട്ടൽ ശതമാനം. ഈ 1.54 1.54x എന്നുള്ളതാണ് ടോട്ടൽ BPLകാരെങ്കിൽ അതിൽ പുരുഷന്മാർ എത്രയാണ്? പുരുഷന്മാരെന്ന് പറയുന്നത് 6:5 ആണ്. അപ്പൊ 6ഉം 5ഉം കൂട്ടിയ 11 അല്ല. അപ്പൊ 6/11. 6/11 × 1.54x എന്ന് പറയുമ്പോൾ 9.24x/11. 11 ഇവിടെ അടിയിൽ തന്നെ ഉണ്ടാവും. 6ഉം 184 ഗുണിക്കുമ്പോൾ 924 കിട്ടും. 2 സ്ഥാനം മുമ്പ് ഇവിടെ പോയിന്റ് ഇടും, എക്സ് ഇടും. അപ്പൊ പുരുഷന്മാരെണ്ണം കിട്ടി. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളതും ചെയ്തു. സ്ത്രീകളത് എന്ന് പറയുമ്പോൾ APLകാരാണ്. അപ്പൊ സ്ത്രീകള് എന്താ പറയാ? ഡി ആണ്. സ്റ്റേറ്റും മാറരുത് കേട്ടോ. സ്റ്റേറ്റ് ഒന്നും മാറരുത്. സി അല്ലാതെ ഇപ്പൊ സ്ത്രീകളത് ഡി ആണ്. ഡിയിൽ 28% BPL ആണെങ്കിൽ 72% APL. അപ്പൊ 72%ൽ 5:7 ആണ് സ്ത്രീകളുടെ ഇത്. അപ്പൊ 7/12 സ്ത്രീകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ 7 ആണല്ലോ അല്ലെ? ടോട്ടൽ 12 അല്ലേ ഉള്ളത്. അപ്പൊ 7/12 എന്താ പറയാ? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോ 28 ഇത് കിട്ടി. 4xന്റെ 72% എന്ന് പറയുന്നത് 2.88 ആണ്.
2.88 എക്സ് ആണ്. 2.88 എക്സ് ഗുണിച്ചപ്പോൾ 20.16 എക്സ്/12 കിട്ടി. ഇനി അത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ കാണാൻ അത് ഇതിനെ ഹരിക്കണം. അത് ഇതിനെ ഹരിച്ചു. 20.16 ഹരിക്കണം 12 അതിനെ ഹരിക്കണം ആരോടെ? നേരത്തെ കിട്ടിയ സംഖ്യയോടെ. മെയിലിന്റെ സംഖ്യയെ സ്ത്രീയുടെ സംഖ്യയോട് ഹരിച്ചപ്പോൾ ലാസ്റ്റ് നമുക്ക് രണ്ടിലെ എക്സ് ഉണ്ട്. രണ്ടിലെ എക്സ് നമ്മൾ എന്ത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. രണ്ടിലെ എക്സ് ഉണ്ട്. അപ്പൊ എക്സ് രണ്ടിനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഹരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഉള്ളതിനെ നേരെ തിരിച്ചിട്ടിട്ട് പരസ്പരം ഗുണിച്ചു. പരസ്പരം ഗുണിച്ചപ്പോൾ 110.88 ഹരിക്കണം 210.76 കിട്ടി. അത് ചുരുക്കിയാണ് 1/2 കിട്ടി. അപ്പൊ 1:2 മെയിലും ഫീമെയിലും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് കുറച്ച് ഇതായിട്ട് തോന്നിയോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? കുഴപ്പമില്ല കേട്ടോ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇത് കിട്ടിയ നിങ്ങൾക്ക് ഇനി ഏത് ഡാറ്റയിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിന്തിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ സ്വന്തം എക്സാം ഹോളിൽ നമ്മൾ ഒറ്റക്ക് ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തം അർത്ഥം വെച്ച് സ്വന്തം പ്രോബ്ലം ചെയ്ത് സ്വന്തം ഉത്തരത്തിലേക്ക് എത്തണം. ഓക്കെ. അപ്പോ എന്താ പറയാ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടുന്ന് ക്ലാസ് കേട്ടതിന് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇത്ര സമയമൊന്നും എടുക്കൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്യാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ ഇനി അത്രക്ക് ഇതില്ല. അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എബോവ് പോവർട്ടി ലൈൻ ഇൻ സ്റ്റേറ്റ് ഡി ഈസ് 27 lakh, then വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ടി എന്ന് ചോദിക്കണം. ഇതിൽ കൂടുതൽ ഇക്വേഷൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു. സ്റ്റേറ്റ് ഡി നമുക്ക് തന്നിട്ടുള്ള എന്താണ്? തന്നിട്ടുള്ള ഡാറ്റ നോക്കാം നമുക്ക്. സ്റ്റേറ്റ് ഡിയിൽ ടോട്ടൽ ഇവിടുത്തെ മെയിൽസ് എബോവ് പോപ്പുലേഷൻ അല്ലെ, മെയിൽസ് ആണ് APLകാരായിട്ടുള്ള. എത്ര APL മെയിൽസ് എന്ന് പറയുന്നത് 27 ലക്ഷമാണ്. 27 ലക്ഷം ആണെങ്കിൽ ഈ സ്റ്റേറ്റ് ഡിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ എത്ര ആയിരിക്കും? സ്റ്റേറ്റ് ഡിയിലെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ് ഡിയിൽ എന്താണ് 27 ലക്ഷം APL ആയിട്ടുള്ള മെയിൽ ഉണ്ട്. അപ്പൊ നമുക്ക് ടേബിളിലേക്ക് പോവാം അല്ലെ. ടേബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്. നമ്മുടെ ടേബിളിയുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഇതാ. സ്റ്റേറ്റ് ഡിയില് എന്തുണ്ട്? നമുക്ക് സ്റ്റേറ്റ് ഡിയില് 27 ലക്ഷം ആളുകൾ APL ആയിട്ടുള്ള മെയിൽസ് ഉണ്ട്. അപ്പൊ ഈ 5 എന്ന് പറയുന്നത് 27 ലക്ഷമാണ്. എന്താ മനസ്സിലായി? APLകാര് എത്ര നമുക്കറിയില്ല. പക്ഷെ APLകാരിലെ പുരുഷന്മാർ എന്ന് പറയുന്നത് 5 ഓഹരിയാണ്. അത് 27 ലക്ഷമാണ്. അപ്പൊ ഈ 27 ലക്ഷം എന്ന് പറയുന്നത് നോക്കാം. 27 ലക്ഷം എന്ന് പറയുന്നത് 27 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? അല്ല, 27 ലക്ഷം അല്ലേ? ഒരു മിനിറ്റ്, ടൈപ്പ് 27 ലക്ഷം. 27 ലക്ഷം എന്ന് പറയുന്നത് 5 ഓഹരിയാണ് അല്ലെ. 27 ലക്ഷം എന്ന് പറയുന്നത് 5 ഓഹരിയാണ്. 5 ഓഹരി. ടോട്ടൽ ഓഹരി എത്ര ഉണ്ട്? 5:7 എന്ന് പറയുമ്പോൾ ടോട്ടൽ APLകാർ കിട്ടും നമുക്ക്. ആദ്യം നമുക്ക് ടോട്ടൽ APLകാരെ കാണാം. നമ്മളോട് ചോദിച്ചിട്ടുള്ള ടോട്ടൽ APLകാരല്ല ചോദിച്ചിട്ടുള്ളത്, ടോട്ടൽ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷെ ടോട്ടൽ APLകാരെ കിട്ടിയാൽ നമുക്ക് എന്താവാ, ഈ BPLന്റെ എണ്ണം കുറച്ച് നമുക്ക് കിട്ടും. ടോട്ടൽ APLകാരെ കിട്ടിയാൽ നമുക്ക് ടോട്ടൽ പെർസെന്റേജ് കിട്ടും. പണിയില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ 5ന്റെ ഇത് നമുക്ക് കണക്കുണ്ട്. 5 എന്ന് പറയുന്നത് 27 ലക്ഷം ആണെങ്കിൽ ടോട്ടൽ APLകാർ എന്നത് 12 ഓഹരിയാണ് അല്ലെ. 5-7 കൂട്ടിയ 12 ഓഹരി അല്ലേ. അപ്പൊ 27 ലക്ഷം എന്ന് പറയുന്നത് 5 ഓഹരിയാണെങ്കിൽ 12 കിട്ടിയാൽ മതി. 12 എന്നുള്ളത് എത്ര ഓഹരി ആയിരിക്കും? എക്സ് ആയിരിക്കും. മനസ്സിലായ? 27 ലക്ഷം എന്നുള്ളത് 5 ഓഹരി ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. 5 ഓഹരി എന്നുള്ളത് 27 ലക്ഷം ആണെങ്കിൽ അങ്ങനെ പറയാം. 5 ഓഹരി എന്നുള്ളത് 27 ലക്ഷം അല്ലെ. 5 ഓഹരിയാണ് മെയിൽസ്. അത് 27 ലക്ഷമാണ്. അത് 27 ലക്ഷം ആണെങ്കിൽ 12 ഓഹരി, 12 ടോട്ടല്. 5ഉം 7ഉം കൂട്ടുമ്പോൾ 12 അല്ലേ. 12 ഓഹരി എന്നുള്ളത് എക്സ് ലക്ഷമായിരിക്കും. എക്സ് ആയിരിക്കും. മനസ്സിലായോ? 27 ലക്ഷം 5 ആണ്.
അപ്പോൾ ടോട്ടല് 12 ഭാഗമാണുള്ളത്. അതിൽ 5 ഭാഗം 27 ലക്ഷം ആണെങ്കിൽ ഈ 12 ഭാഗം എന്നുള്ളത് എക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു പണിയില്ല, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ ക്രോസ് മൾട്ടിപ്ലൈ 5 ഇൻറ്റു എക്സ് എത്രയാണ്? 5 ഇൻറ്റു എക്സ് 5x അല്ലെ? 5 ഇൻറ്റു എക്സ് 5x ആണ്, കിട്ടി. 5x ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x ഈക്വൽ ടു 12 ഇൻറ്റു 27 ലക്ഷം. ഓക്കെ, 12 ഇൻറ്റു 27 ലക്ഷം ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ആണ് 12 ഇൻറ്റു 27 ലക്ഷം. അപ്പൊ നമ്മൾ എന്താ 12 ഇൻറ്റു 27 എഴുതാൽ മതി. 12 ഇൻറ്റു 27 എന്നുള്ളത് 324ആണ്. 324ആണ്. ഈ 324 നമ്മൾ എത്ര പൂജ്യം കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്? 5 പൂജ്യം ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? 27 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം ഇല്ലേ? 5 പൂജ്യം ഉണ്ട്. അപ്പൊ നമ്മളവിടെ 5 പൂജ്യം ഇട്ട് എടുക്കാം കേട്ടോ. 1 2 3 അല്ലാണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തരാം. ഓക്കെ, 5x 5x എന്ന് പറയുന്നത് 5x അത് നമുക്ക് കിട്ടി. അത് ഈക്വൽ ടു എന്താണ്? 27 ലക്ഷം ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്ര ഇട്ടുണ്ട്? 324. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല 5 പൂജ്യം. 1 2 3 4 5. ഈ 5 പൂജ്യം 5x ഇൻറ്റു 320. നമുക്ക് എക്സ് കിട്ടണ്ടേ? എക്സ് കിട്ടി നമുക്ക് എക്സിലെ ടോട്ടൽ ആണല്ലേ 12 ഭാഗം എന്നുള്ളത് എക്സ് ആണ്. 12 ടോട്ടലാണ്. 5 ഭാഗം പുരുഷന്മാരാണെങ്കിൽ 12 ഭാഗം ടോട്ടൽ. ഈ 12 കിട്ടിയ 12 എന്നുള്ളത് എക്സ് ആണെങ്കിൽ എക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് 12 ഭാഗം എത്ര ടോട്ടൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ് കണ്ടെത്തിയാൽ എന്താ മതി? എക്സ് ഈക്വൽ ടു എക്സ് നമ്മൾ എടുക്കാം. എക്സിനെ അങ്ങോട്ട് എടുക്കുമ്പോൾ എടുക്കാൻ ഒരു പണിയില്ല. എക്സിനെ അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ 5 നേരെ പുറത്ത് കൊണ്ടുപോവാ, താഴത്ത് കൊണ്ടുപോവാം. ഇതാ 4 ലക്ഷം അല്ലെ? ഹരിക്കണം 5 ചെയ്യാം. പൂജയൊക്കെ അടക്കട്ടെ, എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, 324 ഹരിക്കണം 5 64.8. 64.8 ഇട്ടിട്ടുണ്ട്. ഈ 64.8 എന്നിട്ട് നമ്മൾ എത്ര പൂജ്യം ഒഴിവാക്കിയത്? 5 പൂജ്യം അല്ലേ? അപ്പൊ 5 പൂജ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. 5 പൂജ്യം ഇട്ട് എടുക്കുമ്പോൾ ഒരു പൂജ്യം നമ്മൾ ഈ ഒരു പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പൂജ്യം ഇട്ടെടുത്താൽ പോയിന്റ് പോകൂലേ? ഇതിനെ 10 കൊണ്ട് ഗുണിച്ചത് പോയിന്റ് പോകൂലേ? അപ്പോൾ ഒരു പൂജ്യം നമ്മളിവിടെ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കി 4 പൂജ്യം ഇട്ടു. ഒരു പൂജ്യം ഉപയോഗിച്ച് എന്തിനാണ്? പോയിന്റ് ഒഴിവാക്കാനാണ്. കാരണം ഇവിടെ ഒരു സ്ഥാനം മുമ്പാണ് പോയിന്റ് ഉള്ളത്. ഒരു പൂജ്യം ഉപയോഗിച്ച് നമ്മൾ പോയിന്റ് ഒഴിവാക്കി. അപ്പൊ 64.8 പിന്നെ 4 പൂജ്യം. ഓക്കെ, നിങ്ങൾ കണക്ക് ചെയ്താൽ കിട്ടും. എന്താ പറയാ? 64.8 4 പൂജ്യം. പറഞ്ഞാൽ എന്താണ്? 64,80,000 അർത്ഥം. അപ്പൊ നമുക്ക് കിട്ടി 12 എന്നുള്ളത് 12 എക്സിൽ കിട്ടി അല്ലെ? എക്സിന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 64,80,000 ആണ്. അപ്പൊ ഇവിടെ 12 കഷ്ണ ആളുകള് 12 ഭാഗം ആളുകളുള്ളത്. 5 ഭാഗം 27 ലക്ഷം ആണെങ്കിൽ 12 എന്നുള്ളത് എക്സ് ആണ് നമ്മൾ പറഞ്ഞു. എക്സിനെ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 64,80,000. 64,80,000 കേട്ടോ. ഇനി നമ്മൾ എക്സിന്റെ കണക്ക് വിട്ടിട്ടില്ല. 64,80,000 ആണ് ഇവിടുത്തെ APLകാരായിട്ടുള്ള ആളുകളുടെ എണ്ണം. ഇവിടെ BPLകാരായിട്ടുള്ള എണ്ണം എത്രയാണ്? BPLകാരുടെ എണ്ണം 28%. 28%. അപ്പൊ APLകാരുടെ എണ്ണം എത്ര ആയിരിക്കും? 72% ആയിരിക്കും. 72% ആയിരിക്കും അല്ലെ? അല്ലെ, 72% ആളുകൾ ഇവിടെ APLായിരിക്കും. ഈ 72% എത്രയാണ്? 64,80,000 എന്ന് പറയുന്നത് 72% ആണെങ്കിൽ 100% എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. അല്ലെ? എക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ? മനസ്സിലായി? 64,80,000 എന്നുള്ളത് 72% ആണെങ്കിൽ 100% എന്നുള്ളത് നമുക്ക് 100% ടോട്ടൽ പോപ്പുലേഷൻ കിട്ടില്ല. നമ്മളോട് ചോദിച്ച ടോട്ടൽ പോപ്പുലേഷൻ അല്ലേ? 100% എന്നുള്ളത് എക്സ് ആണ്. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. നമുക്കിവിടെ 64,80,000 അല്ലേ? 64,80,000 എന്നുള്ളത് അത് എത്ര ശതമാനമാണ്? APLകാരുടെ എണ്ണം 64,80,000 അല്ലേ? അതെന്താണ്? എത്ര ശതമാനമാണ്? 28% അല്ലേ? സോറി, 28 അല്ല, 28 BPLകാരല്ലേ? നമുക്ക് 72 വേണ്ടത്. 72 അല്ലേ? 64,80,000 നടന്നത് 72% ആണെങ്കിൽ എത്ര ലക്ഷമായിരിക്കും? എക്സ് ലക്ഷം എന്ന് പറയുന്നത് 100%. 100% കിട്ടിയാൽ നമ്മളെ ക്വസ്റ്റിന് ഉത്തരം കിട്ടിയില്ലേ? നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ചോദിച്ചിട്ടുള്ളത് 100%. അപ്പൊ 64,80,000 നമ്മൾ ഇനി എക്സിനെ സോൾവ് ചെയ്യാം. നമുക്ക് ഒരു പണിയില്ല, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 72 എക്സ് എന്നുള്ളത് 72x ഒന്നും ചെയ്യണ്ട, 72x കിട്ടോ ഈക്വൽ ടു 64,80,000 ഇൻറ്റു 100.
100 കൊണ്ട് ഗുണിക്കാൻ ഒരു പണി ഉണ്ടാവും? ഒരു പണിയില്ല. ഈ 100ന്റെ 2 പൂജ്യം വിട്ടെടുത്താൽ മതി. വിട്ടെടുത്തോ കേട്ടാ. 64,80,000 ഉണ്ടല്ലോ അല്ലെ? 80,000 അതിക്ക് 2 പൂജ്യം പാട്ട് എടുത്തു കേട്ടോ. കുറച്ചും കൂടെ സ്പേസ് കണ്ടെത്താം. 100 ഗുണിക്കുമ്പോൾ 2 പൂജ്യം എടുക്കൂലേ? 2 പൂജ്യം പാട്ട് എടുത്തു. നമ്മൾ ഹരിച്ചു വെക്കാം. ഇപ്പൊ ടോട്ടൽ എത്ര പൂജ്യം? ഇവിടെ 6 പൂജ്യം ഉണ്ട് കേട്ടോ. 6 പൂജ്യം എടുക്കട്ടെ. ഈ 72 ഇനി ഹരിക്കാൻ പറ്റില്ല. 72x = 64, 80 അങ്ങനെയാണല്ലോ ഉള്ളത്. ഈ കണക്കാണല്ലോ. എക്സിന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിനോട് ബാക്കി വെക്കുക. x = ഈ 72 നേരെ ഇതിന്റെ അടിയിൽ കൊണ്ടുവരാം. 64, 8 പിന്നെ എത്ര പൂജ്യമാണ്? 6 പൂജ്യം. 1 2 3 4 5 6 6 പൂജ്യം കേട്ടോ. ഹരിക്കണം. ഇത് നേരെ കൊണ്ടുവരാം 72. അപ്പൊ ഈ 6 പൂജ്യം വിടക്കട്ടെ. 648 ഹരിക്കണം 72 ചെയ്ത് നോക്കാം. 648 ഹരിക്കണം 72 നമ്മൾ തന്നെ കണക്കൂട്ടി ചെയ്യണം കേട്ടോ. 648 എത്ര 72 ഉണ്ട് നോക്കാം. ഹരിക്കാം. 648 ഹരിക്കണം 72. 648 എത്ര 72 എന്ന് ചോദിച്ചാൽ 9 72 ഉണ്ട്. എത്ര? 9. 648 ഹരിക്കണം 72 9. 9 എക്സ് കിട്ടുമോ? x = 9 ആയിട്ടില്ല. ഇവിടെ എത്ര പൂജ്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്? 6 പൂജ്യം വെക്കണം. 6 പൂജ്യം ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6. 8 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 90 ലക്ഷമാണ് എക്സ്. കിട്ടിയ എക്സ് എന്താണ്? 72% എന്നുള്ളത് 72% പോപ്പുലേഷൻ നമുക്കറിയാം 64,80,000 ആണ്. 72% എന്ന് പറയുന്നത് 72% APLകാര് 64,80,000 ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ അല്ലെ? അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ ഉള്ള പ്രൊപ്പോർഷൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ APLകാർ 64,80,000 കണ്ടെത്തി. ഈ 64,80,000 എന്നുള്ളത് 72%. APLകാർ 72% ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എക്സ് ആണ്. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് അല്ലെ 64,80,000 100 72 എക്സിനെ സോൾവ് ചെയ്തപ്പോ കിട്ടുന്നത് 90 ലക്ഷം. ഒരു പൂജ്യത്തിന്റെ കണക്ക് മാരെല്ലാം പോകും കേട്ടോ. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ അങ്ങനെ സാധ്യതയില്ലേ. 60 ലക്ഷം 70 ലക്ഷം 80 ലക്ഷം 90 ലക്ഷം ഓപ്ഷനിലുള്ളത്. ഉത്തരം കിട്ടി എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി 90 lakhs 90 ലക്ഷം. ഇപ്പൊ 90 ലക്ഷം ആളുകളാണ് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളത്. നമുക്കിവിടെ ആകെ വലിയ തന്നുള്ള എത്രയായിരുന്നു? ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള APLകാരായിട്ടുള്ള മെയിൽസ് 27 ലക്ഷം തന്നിട്ടുള്ളൂ. ആ കണക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ടോട്ടൽ APLകാരുടെ എണ്ണം കണ്ടെത്തി. കാരണം 5/7 ആയിരുന്നു അല്ലെ? 12 ഓഹരിയാണ്. 12 ഓഹരിയിൽ 5 ഓഹരി 27 ലക്ഷം ആണെങ്കിൽ 12 ഓഹരി എത്ര ആയിരിക്കും? നമ്മൾ എക്സ് വെച്ച് സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ APLകാരുടെ എണ്ണം കിട്ടി 64,80,000 എന്നുള്ളത്. ഈ APLകാര് BPLകാർ 28% ആണെങ്കിൽ APLകാർ 72% ആയിരിക്കും. അപ്പൊ 64,80,000 എന്ന് പറയുന്നത് 72% ആണെങ്കിൽ 100% എക്സ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. 72x = 64 8 പിന്നെ 6 പൂജ്യം. അതിനെന്ത് ചെയ്തു? എക്സ് നമ്മൾ സോൾവ് ചെയ്തു. 64 8 6 പൂജ്യം ബൈ 72 = എന്ത് ചെയ്തു? 90 ലക്ഷം കിട്ടി. ഹരിക്കാനുള്ളത് സുഖല്ലേ? ഈ പൂജ്യം ഒന്നും കണ്ട് പേടിച്ചണ്ട. പൂജ്യമൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയിൽ തന്നെ ഹരിക്കുക. എന്നിട്ട് പൂജ്യം ലാസ്റ്റ് എടുത്താൽ മതി. ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യാന്ന് വിചാരിക്കാണ്. നമുക്ക് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പോപ്പുലേഷൻ ഓഫ് ഫീമെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ആൻഡ് മെയിൽസ് എബോ പോവർട്ടി ലൈൻ ഇൻ സ്റ്റേറ്റ് എഫ്? എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെ? നമ്മളിതുവരെ ഉപയോഗിക്കാത്തൊരു സ്റ്റേറ്റ് ആണ് എഫ് അല്ലെ? എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള APLകാരായിട്ടുള്ള മെയിലും BPLകാരായിട്ടുള്ള ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ ചോദിക്കുന്നത്. എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള
APLകാരായിട്ടുള്ള മെയിലും അതുപോലെ തന്നെ BPLകാരായിട്ടുള്ള ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ. അപ്പൊ നമ്മൾ എഫിലുള്ള സീറ്റിലേക്ക് ടേബിളിലേക്ക് പോയേക്കാം കേട്ടോ. എഫിലുള്ള ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതിയേക്കാം. എന്നിട്ട് മെയിൽ ആരാണ് വേണ്ടത്? BPLകാരല്ലേ? BPLകാരാണ് വേണ്ടത്. ഫീമെയിൽ ആരാ വേണ്ടത്? സോറി, മെയിൽ എന്ന് പറയുന്നത് APLകാരാണല്ലോ അല്ലേ? ഓക്കെ, മെയില് APLകാരായിട്ടുള്ള മെയിലാണ് വേണ്ടത്. ഫീമെയിലാ? ഫീമെയിൽ വേണ്ടത് BPLകാരാണ്. ഒരേ സ്റ്റേറ്റ് വ്യത്യാസമില്ലല്ലോ. ആകെ സ്റ്റേറ്റ് രണ്ടും എഫ് തന്നെയാണ്. എഫ് സ്റ്റേറ്റ് എന്നുള്ള APLകാരുടെ മെയിലും അതുപോലെ തന്നെ എന്താ പറയുക BPLകാരുടെ ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ നിൽക്കുന്നു. റേഷ്യോ ഓഫ് പോപ്പുലേഷൻ നിൽക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്നാലും. ഓപ്ഷൻ 2:3, 5:2. അപ്പൊ ആദ്യം ഇവിടെ വന്നിട്ടുള്ളത് 2:5 5:2, അതുപോലെ തന്നെ 2:3, 3:2 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ 5:2, 2:5 ഇതൊക്കെ ഒന്ന് മാറരുത്. ആദ്യം ചോദിച്ചത് ഫീമെയിൽസിനാണ്, രണ്ടാമത് വെച്ചിട്ടുള്ളത് മെയിലിനാണ്. നമുക്ക് നോക്കാം. നമുക്കത് ടേബിളിലേക്ക് തിരിച്ചു വെക്കാം. ടേബിൾ നമ്മൾ എഫ് അല്ലേ? എഫ് എന്നത് ലാസ്റ്റ് തന്നെ എഫ്. 20% ആളുകളാണ് ഇവിടെ എന്തുള്ളത്? 20% ആളുകളാണ് ഇവിടെ BPL ഉള്ളത്. ഈ 20%-ൽ നമ്മള് നല്ല സുഖമാണ്. 20%-ൽ എത്ര ആളുകളാണ് ഫീമെയിൽ ഉള്ളത്? 2:3 3. ഇപ്പൊ 20%-ത്തെ നമ്മൾ 5 ഓഹരിയാക്കുന്നു. 2:3 പറഞ്ഞാൽ ടോട്ടൽ 5 അല്ലേ? 5 ഓഹരിയാക്കുന്നു. 5 ഓഹരിയാക്കുന്നു. 20%-ത്തെ നമ്മൾ എന്താക്കുന്നു? 5 ഓഹരിയാക്കുന്നു. 5 ഓഹരിയാക്കുന്നു. അതിലെന്താണ്? 3 ഓഹരി എന്താണ്? 3 ഓഹരിയാണ് ഈ പെണ്ണുങ്ങളുള്ളത്. അപ്പൊ എന്താ മതി? 20 നല്ല സുഖമാണ്. 20 × 3/5 അല്ലേ? ഇവിടെ ടോട്ടൽ 5 ഓഹരിയാണ് ഉള്ളത്. അതിൽ 3 പെണ്ണുങ്ങളുള്ളത്. 3/5 പെണ്ണ്. 20% ഉള്ളത്. അപ്പൊ എത്ര ശതമാനമായിരിക്കും? 20 × 3 ഉള്ളത് 60. 60/5 12. അപ്പൊ 12% ഇവിടെ പെണ്ണുങ്ങളുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് എഫിലുള്ള BPLകാരായിട്ടുള്ള അല്ലെ? BPLകാരായിട്ടുള്ള ഫീമെയിൽ എന്ന് പറയുന്നത് 12%. കിട്ടിയില്ലേ? ഇനി എഫിലുള്ള APLകാരായിട്ടുള്ള മെയിൽ അല്ല വേണ്ടത്. എഫില് APLകാർ എത്ര ഉണ്ടാവും? എഫില് ടോട്ടൽ APLകാർ 80% ഉണ്ടാവും. കാരണം 20% BPL ആണെങ്കിൽ 80% APL ആയിരിക്കും അല്ലെ? APL ആയിരിക്കും. അപ്പൊ 80% APLകാരുണ്ട്. ഇനി നമ്മൾ എഫിലുള്ള മെയിൽസിന് എടുത്ത് നോക്കട്ടെ. 3:5 നല്ല സുഖമാണ് അല്ലെ? 80% ആണെങ്കിൽ ഇതിൽ മെയിലല്ല വേണ്ടത്. 3 മെയില്. ടോട്ടൽ എത്ര ആളുകളുള്ളത്? 3:5 ടോട്ടല് 3 × 5 ചെയ്യരുത് കേട്ടോ. 3 × 5 ഒരിക്കലും ചെയ്യരുത്. 3 ടോട്ടലാണ്. 3ഉം 5ഉം കൂട്ടുമ്പോ എത്ര? 8 അല്ലേ? 3 × 8. അപ്പൊ 80%ത്തിന്റെ 3/8 എന്ന് പറയുന്നത് 80%ത്തിന്റെ 3/8 എന്ന് പറയുന്നത് എങ്ങനെ? 80 × 3/8. ഓക്കെ, അപ്പൊ 80 × 3/8 ആദ്യം നമ്മൾ 80 × 3 ചെയ്യും. 80 × 3 എത്രയാണ്? 8 × 3 എന്ന് പറയുന്നത് 24 അല്ലേ? അപ്പൊ 80 × 3 പറയുന്നത് 240. 80 × 3 പറയുന്നത് 240 അല്ലേ? /8. ഓക്കെ, അപ്പൊ 240 × 8 ചെയ്ത് നോക്കാം. 240 എത്ര 8 ഉണ്ടെന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര 8 ഉണ്ട്? 38 ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ സാധാ ചെയ്ത് നോക്കിയാൽ 38 ഉണ്ടാവും. 30%. അപ്പൊ ഉണ്ടോ ഇവിടെ 80% ഉള്ളത്. അതില് 80%-ൽ 30% ആളുകൾ പുരുഷന്മാരാണ് അല്ലെ? 30% ആളുകൾ പുരുഷന്മാരാണ് ഈ APLകാരായിട്ടുള്ള. പിന്നെ BPLകാരുള്ള സ്ത്രീകളോ? 12%. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിച്ചു. അപ്പൊ 12% BPL സ്ത്രീകളും 30% APL പുരുഷന്മാരും കിട്ടി അല്ലേ? നോക്കട്ടെ, ഞങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12% എന്താ ഇവിടെ? 12% ഫീമെയിൽ ആണ്. ഫീമെയിൽ BPL അല്ലെ? കിട്ടിയില്ലേ? പിന്നെ 30. അപ്പൊ ആദ്യം ചോദിച്ചുള്ളത് ഫീമെയിൽ അല്ല. അപ്പൊ 12-ന് ആദ്യം ഇട്ടു, 30-ന് ആദ്യം ഇട്ടു. പക്ഷെ 12:30 എന്നുള്ള ഓപ്ഷനിലില്ലല്ലോ. 12:30 ഉള്ളത് ഓപ്ഷനിലില്ല. 12:30 ഉള്ളത് ഓപ്ഷനിലില്ല. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നമ്മൾ ചെറുതാക്കി 12-നും 30-നും ചെറുതാക്കി കൂടെ നമുക്ക്. 12-നും 30-നും പല രൂപത്തിൽ ചെറുതാക്കാം അല്ലെ? 12-ല് 10 നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രൊപ്പോർഷൻ നോക്കുമ്പോ, റേഷ്യോ നോക്കുമ്പോ
12 ഈസ്റ്റ് 30 അല്ലേ? 12 ഈസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റേഷ്യോ പറയുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ചെറുതാക്കണമല്ലോ, വലിയ സംഖ്യയോട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 12നെയും 30നെയും 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ആദ്യം നോക്കേണ്ടത്. 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂല, 10ന്റെ ഗുണിതമല്ല 12 എന്ന് പറഞ്ഞു. എന്നാൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം, 9ഉം പറ്റൂല. അടുത്തല്ലേ 8, 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, പൂർണ്ണമായിട്ടും പോകൂല. 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, പോകൂല. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം, 6 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 12ൽ എത്ര ആറുണ്ട്, 2 ആറുണ്ട്. 30ലോ, 30ന് 6 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ, 30ൽ എത്ര ആറുണ്ട്, 5 ആറുണ്ട്. അപ്പൊ 12നെ 6 കൊണ്ട് ചെറുതാക്കി 2, 30നെ 6 കൊണ്ട് ചെറുതാക്കി 5. അപ്പൊ 12:30നെ ചെറുതാക്കി 2:5 ആക്കി. ഇവിടെ ഓപ്ഷനിൽ 5:2 ഉണ്ട്, 2:5 ഉണ്ട്. അപ്പൊ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽ ആണ്. അപ്പൊ ഫീമെയിൽ എത്ര ഉള്ളത്, 2 ആണ്. 12നെ ചെറുതാക്കി 2 അല്ലേ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് മെയിൽ. മെയിൽ എത്രയാണ്, 30ആണ്. എന്താണ്, 5 ആണ്. അപ്പൊ 2:5 ആണ് ഓപ്ഷനിലുള്ളത്. എല്ലാം ക്ലിയർ ചെയ്താ മിനിറ്റ്. 2:5. അപ്പൊ ചില ആളുകൾ 5:2 മാറിയത് ഇത്ര കണക്കൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പ്രപ്പോസ് ചെയ്തുമ്പോൾ അങ്ങോട്ടോട്ട് മാറി ചെയ്താലും ഓപ്ഷൻ മാർക്ക് പോകും കേട്ടോ. അര മാർക്കൊന്നും കിട്ടൂല. കുറച്ച് ശരിയായി നിനക്ക് അര മാർക്കൊന്നും കിട്ടൂല, എക്സാമിന് ഫുള്ള് മാർക്കും പോകും. അപ്പൊ 2:3, 2:5 എന്നുള്ള കറക്റ്റ് ആൻസർ. 2 എന്നുള്ളത് ഫീമെയിലിന്റെ പ്രപ്പോർഷൻ ആണ്, 5 എന്നുള്ളത് മെയിലിന്റെ പ്രപ്പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ശതമാനം, നമുക്ക് നേരത്തെ പോപ്പുലേഷന്റെ എണ്ണം ഒന്നും തന്നിട്ടില്ല, പോപ്പുലേഷന്റെ പെർസെന്റേജ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്താവാ, നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഈ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഒരു മോഡലാണ്, എന്താ പറയാ, ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒരു മോഡൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മോഡലുകൾ ഉണ്ട്. ഓക്കെ, ഒരുപാട് മോഡലുകൾ നമ്മൾ പരിചയപ്പെട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താ വളരെ സിമ്പിൾ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് മാക്സിമം ഇതിൽ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷനുകൾ, ഗുണിക്കല്, ഹരിക്കല്, കൂട്ടല്, കുറക്കല്, ഈ സംഭവങ്ങളൊക്കെ സ്പീഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് ആരും നമ്മൾ സാധാരണ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫോൺ യൂസ് ചെയ്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സാധാ പേപ്പർ എടുത്ത് പെന്ന് കൊണ്ട് എഴുതി മിസ്റ്റേക്ക് ഉണ്ടാവും, മിസ്റ്റേക്ക് തിരുത്തി അങ്ങനെ ചെയ്യട്ടോ. സമയമെടുക്കും, പക്ഷേ ആദ്യത്തിൽ കഷ്ടപ്പാടുണ്ടാവും, പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ സമയമെടുത്ത് നമ്മൾ ചെയ്ത് നമ്മളെ മാത്സിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്താ സ്പീഡ് ആക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അങ്ങനെ സ്പീഡ് ആക്കിയാൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും അതിന്റെ ലോജിക്ക് കിട്ടും. ലോജിക്ക് കിട്ടിയാൽ ആ മാത്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു, ആൻസർ കണ്ടെത്തുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുന്നു. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ മാർക്ക് പോയാലും നമുക്ക് JRF കിട്ടൂല കേട്ടോ. ഡാറ്റ എന്തായാലും 5 മാർക്ക്, 5 ക്വസ്റ്റ്യനുകൾ ഫുൾ ആൻസർ ചെയ്തിരിക്കുന്ന നിർബന്ധമാണ്. അത് കിട്ടിയാലേ ആ 5 മാർക്ക്, ആ 5 ക്വസ്റ്റ്യൻ ചെയ്തൊരു 10 മാർക്ക് കിട്ടിയാലേ നമുക്ക് JRF കിട്ടുള്ളൂ. ഓക്കെ, ഡാറ്റ പോയാല് JRF കിട്ടാനുള്ളത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഡാറ്റ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ശരിയാക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളത് മിസ്സാക്കിയാൽ നമ്മളെ മുന്നിൽ ബാക്കിയുള്ളവരൊക്കെ എത്തും. നമ്മളെ JRF സ്വപ്നം എന്ന് പറയുന്നത് വെറുതെ പോകും. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യും. നമ്മൾ ഒരു സെറ്റാ ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു അല്ലേ. ഏകദേശം സമയം എടുക്കും കേട്ടോ. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ സമയം എടുക്കും. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനേക്കാൾ സമയം എടുക്കുമല്ലോ. അപ്പൊ ആ ഒരു ലാഗാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് പരിചയമാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്പീഡാക്കാം, ക്ലാസ് ഒക്കെ സ്പീഡാക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യണല്ലോ. അപ്പൊ ഓരോന്നും എങ്ങനെയാണ് ഗുണിക്കല്, എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യല്, എങ്ങനെയാണ് എക്സിനെ സോൾവ് ചെയ്യല് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അടുത്ത ക്ലാസ്സിന് ഒന്നുകൂടെ സ്പീഡായി പോകും കേട്ടോ. അപ്പൊ ഈ ക്ലാസ് എന്താ ലൈവായിട്ട് കേൾക്കണം, ലൈവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡൊക്കെ ഒന്ന് ആവർത്തിച്ച് മനസ്സിലാവാത്ത ആവർത്തിച്ച് കേൾക്കാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനുകൾ അതേപോലെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ. റഷീഖ് സാർ ലൈനിലുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സാറാ, ആ, കേൾക്കാം കേൾക്കാം. ഓക്കെ, എന്നാ വൈൻഡപ്പ്. ഓക്കെ ഓക്കെ. ശരി, എന്നാ താങ്ക് യു. താങ്ക് യു സാർ.